വെൽക്കം ബാക്ക്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി രാവിലെയിലേക്ക് സ്വാഗതം. നമ്മുടെ വാർത്താ ദിനം തുടരുകയാണ്, രാവിലെ തുടരുകയാണ്. വളരെ സജീവമായ ഒരു വാർത്താ ദിനം തന്നെയാണ് ഇന്ന്. ഞായറാഴ്ചയാണ്, അവധിയാണ് എന്നതിന്റെ ആലസ്യം ഒന്നും വാർത്തയ്ക്കില്ല. സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്കറിയാം, നമ്മൾ നിലമ്പൂർ അംഗത്തിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അവിടെ ആവേശം ഇങ്ങനെ കൊട്ടിക്കേറിക്കൊണ്ടിരിക്കുകയാണ്. ഇടത് വലത് മുന്നണി സ്ഥാനാർത്ഥികൾ എല്ലാവരും ഇത്തരത്തിൽ വളരെ സജീവമായ പ്രചാരണത്തിലേക്ക് കടന്നിരിക്കുമ്പോഴും അവിടെ വിവാദങ്ങൾക്കും ഒട്ടും കുറവില്ല. നമുക്കറിയാം, അൻവർ വിഷയം അത് എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇന്നെങ്കിലും അൻവർ ഒരു നിലപാട് പറയുമോ, ഒരു പ്രഖ്യാപനം നടത്തുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് അദ്ദേഹം ഇന്നലെ തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അന്തർധാര ചർച്ചകളൊക്കെ സജീവമായി നടക്കുകയാണ്. അൻവറിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നേതാക്കളെല്ലാം അൻവറിന്റെ വീട്ടിലേക്ക് ഇന്നലെ രാത്രി പോലും എത്തിയിരുന്നു എന്നുള്ളതാണ് സാഹചര്യം. എന്തായാലും ആ ചർച്ചകൾക്കൊക്കെ ഒടുവിൽ എന്തായി തീരുമാനം എന്നുള്ളത് നമുക്ക് ഇന്ന് തന്നെ അറിയാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഇന്ന് മുഖ്യമന്ത്രി നിലമ്പൂരിലേക്ക് എത്തുകയാണ്. അപ്പോൾ LDF ക്യാമ്പിന്റെ പ്രചാരണത്തിന് ആവേശം ഇരട്ടിയാകും. അൻവർ ഉയർത്തിയ രാഷ്ട്രീയ വിമർശനങ്ങളുണ്ട്, അതോടൊപ്പം UDF ക്യാമ്പിൽ നിന്ന് ഉയരുന്ന വിമർശനങ്ങളുണ്ട്. അതിനൊക്കെ മുഖ്യമന്ത്രി ഏത് തരത്തിൽ മറുപടി പറയും? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മറുപടി അത്രത്തോളം പ്രസക്തമാണ്. അതിനുവേണ്ടി കൂടി നമ്മൾ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ്. വൈകുന്നേരമാണ് LDF കൺവെൻഷൻ ഇന്ന് നടക്കുക. അതോടൊപ്പം ഇതുവരെയും ചിത്രത്തിലേ ഇല്ലാതിരിക്കുകയാണ് NDA. BJP എന്തായാലും സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്നുള്ള കാര്യം നേരത്തെ പ്രഖ്യാപിച്ചതാണ്. BDJSന്റെ സ്ഥാനാർത്ഥിയാകും അവിടെ മത്സരിക്കുക. ആ കാര്യത്തിലും ഇന്നൊരു തീരുമാനമുണ്ടാകും. ആരാകും സ്ഥാനാർത്ഥി എന്നുള്ളതും ഇന്നറിയാൻ കഴിയും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു കാര്യം നമുക്കറിയാം, മഴയാണ്. മഴ, അതിശക്തമായ മഴ, അതിതീവ്രമായ മഴ എന്ന ഘട്ടത്തിൽ നിന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ സാധാരണ തോതിലുള്ള മഴ ലഭിക്കും എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഇന്ന് ചില ജില്ലകളിലൊക്കെ യെല്ലോ അലർട്ട് മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. മഴ തുടരും. എന്തായാലും ആ മുന്നറിയിപ്പുകൾ എങ്ങനെയാണ് എന്നതൊക്കെ നമുക്ക് നോക്കാം. ഒരുപാട് വാർത്തകൾ പ്രേക്ഷകരെ കാത്തിരിക്കുന്നുണ്ട്. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. PV അൻവറിനെ അനുനയിപ്പിക്കാൻ നീക്കം തുടർന്ന് കോൺഗ്രസ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അൻവറുമായി കൂടിക്കാഴ്ച നടത്തി. നിലമ്പൂരിൽ മത്സരിക്കാൻ പ്രവർത്തകരുടെ സമ്മർദ്ദമുണ്ടെന്ന് അൻവർ. NDA സ്ഥാനാർത്ഥി മത്സരിക്കുമോ എന്ന് ഇന്നറിയാം. മുഖ്യമന്ത്രി ഇന്ന് നിലമ്പൂരിൽ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് നേരിയ ശമനം. 5 ദിവസം കൂടി മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. ഇന്ന് 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ നിയന്ത്രണം നീക്കി. വേനൽ അവധിക്ക് ശേഷം സ്കൂളുകൾ നാളെ തുറക്കും. ഒരുക്കങ്ങൾ പൂർണ്ണം. സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴയിൽ മുഖ്യമന്ത്രി നിർവഹിക്കും. അധ്യാപക സംഘടന കോടതിയിൽ പോയതിനെ തുടർന്നാണ് പ്രവൃത്തി സമയം അരമണിക്കൂർ കൂട്ടേണ്ടി വന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 4000-നടുത്ത്. ഏറ്റവും കൂടുതൽ കേരളത്തിൽ. 24 മണിക്കൂറിനിടെ 4 മരണം കൂടി. 1 മരണം കേരളത്തിൽ. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയെ പരിഹസിച്ച പാക് ക്രിക്കറ്റ് താരത്തിന് സ്വീകരണം ഒരുക്കിയതിൽ വിവാദം കടുക്കുന്നു. അഫ്രീദി ക്ഷണിക്കാതെ നുഴഞ്ഞു കയറിയതെന്ന മലയാളി സംഘടനയുടെ വാദത്തിലും വിമർശനം. സംഘാടകർക്കെതിരെ കേസെടുക്കണമെന്നും ആവശ്യം. അറബ് മന്ത്രിമാരുടെ വെസ്റ്റ് ബാങ്ക് സന്ദർശനം തടഞ്ഞ ഇസ്രായേൽ. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന സന്ദർശനം അനുവദിക്കാനാവില്ലെന്ന് വിശദീകരണം. എതിർപ്പറിയിച്ച് അറബ് രാജ്യങ്ങൾ. UEFA ചാമ്പ്യൻസ് ലീഗിൽ PSG-ക്ക് കന്നിക്കിരീടം. കലാശപ്പോരിൽ ഇന്റർ മിലാനെ 5 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ഫൈനലിൽ തിളങ്ങി ഡെസിയെ ദുവേവ. IPL-ലെ 2ാം ക്വാളിഫയറിൽ പഞ്ചാബ് ഇന്ന് മുംബൈയെ നേരിടും. 5 തവണ IPL കിരീടം നേടിയതിന്റെ ആത്മവിശ്വാസത്തിൽ മുംബൈ. ആദ്യ ക്വാളിഫയറിലെ തോൽവിയുടെ ക്ഷീണം മാറ്റാൻ പഞ്ചാബ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ കണ്ണും കാതും നിലമ്പൂരിലേക്ക് മാത്രമാണ്. വളരെ ആകാംക്ഷയോടെയാണ് നമ്മൾ നിലമ്പൂർ രാഷ്ട്രീയം നോക്കിക്കാണുന്നത്. PV അൻവറിനെ അനുനയിപ്പിക്കാൻ നീക്കം തുടർന്ന് കോൺഗ്രസ് എന്നുള്ളതാണ്. അൻവറിന്റെ ഒതായിലെ വീട്ടിലെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ രാത്രി കൂടിക്കാഴ്ച നടത്തി.
നിലമ്പൂരിൽ മത്സരിക്കാൻ പ്രവർത്തകരുടെ സമ്മർദ്ദമുണ്ടെന്ന നിലപാടിലാണ് അൻവർ. നിലമ്പൂർ LDF തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട് നിലമ്പൂർ മണ്ഡലം കൺവെൻഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 3:30 കോടതിപ്പടിയിലാണ് കൺവെൻഷൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാൻ BDJS യോഗം ഇന്ന് ചേരും. CV അനുമോദം അതോടൊപ്പം തന്നെ MS അനീഷ് കുമാറും G ശ്രീജിത്തും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം ഞാൻ CV അനുമോദിലേക്കാണ് പോകുന്നത്. അനുമോദ, വെരി ഗുഡ് മോർണിംഗ്. ഈ സസ്പെൻസ് ത്രില്ലറിന് ഒരു ക്ലൈമാക്സിലേക്ക് എത്താൻ ഇതുവരെയും കഴിയുന്നില്ല എന്നുള്ളതാണല്ലോ സാഹചര്യം. അൻവർ ഓരോ നിമിഷവും രാവിലെ പറയുന്നതല്ല, വൈകുന്നേരം പറയുന്നത് അതല്ല, പിറ്റേ ദിവസം പറയുന്നത്, അങ്ങനെ നിലപാടുകൾ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. പലവിധ സൂചനകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അൻവറിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് സജീവമായ ചർച്ചകൾ നടത്തുന്നു എന്നുള്ളതാണ്. ഇന്നലെ രാത്രി രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടേക്ക് എത്തി ചർച്ചയൊക്കെ നടത്തിയിട്ടുണ്ട്. എന്താകുമെന്നുള്ളത് ഇനി കണ്ടറിയാം അല്ലേ? ഗുഡ് മോർണിംഗ് ആര്യ. നിലമ്പൂരിലെ അൻവറിൻ്റെ തെരഞ്ഞെടുപ്പിലെ സാന്നിധ്യം അത് ടിസ്റ്റുകൾ നിറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. മത്സരിക്കാനില്ല എന്ന് ആദ്യം പറയുന്നു, മത്സരിക്കാൻ പണമില്ലെന്ന് പിന്നീട് പറയുന്നു, മത്സരിക്കാൻ നിർബന്ധമുണ്ട്, പ്രവർത്തകർ പണം പിരിക്കുന്നുവെന്ന് ഏറ്റവും അവസാനം പറയുന്നു. മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ കോൺഗ്രസ് ക്യാമ്പിലേക്ക് ഒരു അനിശ്ചിതത്വം നൽകിക്കൊണ്ട്, ഒരു സസ്പെൻസ് നൽകിക്കൊണ്ടാണ് അൻവർ തൻ്റെ സമ്മർദ്ദം തുടരുന്നത്. ഇപ്പോൾ ഇനി ഈ നേതൃത്വത്തിലുമായി VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഈ UDFുമായിട്ട് ഒരു തരത്തിലും സഹകരിക്കാനില്ല എന്ന് അൻവർ ഇന്നലെ വ്യക്തമാക്കിയതോടെ UDFും ഇനി അൻവറുമായി ചർച്ച വേണ്ട എന്ന് തീരുമാനിച്ചതാണ്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ VD സതീശൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിശ്വസ്തനായ വ്യക്തിയെന്ന് അറിയപ്പെടുന്ന അല്ലെങ്കിൽ കരുതുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ PV അൻവറിനെ കൂടിക്കാഴ്ച നടത്തിയത്, അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. അത് രാത്രി 11:30 ശേഷമാണ് അദ്ദേഹം ഒതായിലെ അൻവറിൻ്റെ വീട്ടിലെത്തി. ഏകദേശം 3/4 മണിക്കൂറിൽ അവർ സംസാരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. തുടർന്ന് അദ്ദേഹം അൻവറിൻ്റെ വീട്ടിൽ നിന്ന് മടങ്ങിപ്പോയതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. രാഷ്ട്രീയമായിട്ട് ഇത് UDF ചർച്ചകളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ആ ഘട്ടത്തിൽ VD സതീശൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരിൽ ഒരാൾ അൻവറുമായി കൂടിക്കാഴ്ച നടത്തി രാത്രി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പല രഹസ്യ നീക്കങ്ങൾക്കുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. അൻവറിനെ അനുനയിപ്പിക്കാൻ UDF നേതൃത്വം പരമാവധി ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ലീഗ് എന്താണെങ്കിലും ഇതിലിനി ഇടപെടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുക തന്നെയാണ്. ലീഗിനെ സംബന്ധിച്ച് ഇനി ചെയ്യാവുന്നതിന് പരമാവധി എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനിയും തോണി കരക്കടുപ്പിക്കാൻ കഴിയില്ലെങ്കിൽ അതിന് ലീഗ് ഇനി തയ്യാറല്ല എന്ന നിലപാടിൽ തന്നെയാണ് ലീഗ് ഉള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് VD സതീശൻ്റെ വിശ്വസ്തര ഒരാളായ രാഹുൽ മാങ്കൂട്ടത്തിൽ അൻവറിനെ കണ്ടത് എന്ന് തന്നെ വേണം കരുതുവാൻ. ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് അൻവർ എന്താവും പ്രതികരിക്കാനുള്ളതൊക്കെ നമുക്ക് വരും മണിക്കൂറിലാണ് അറിയുക. രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ഈ സമയം വരേക്കും ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഇടതുപക്ഷം ഇത് വലിയ തോതിൽ തന്നെ പ്രചരണായുധമാക്കി കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ സ്വരാജിൻ്റെ വരവോടെ മണ്ഡലത്തിൽ LDFന് ഒരു പുതിയ പ്രവർത്തകർക്ക് ഒരു ഊർജ്ജം കിട്ടുന്ന സാഹചര്യമുണ്ട്. അവിടെ അൻവർ ഉണ്ടാക്കുന്ന സമ്മർദ്ദം UDF ക്യാമ്പിൽ സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിച്ചെങ്കിൽ പോലും അൻവർ ഉണ്ടാക്കുന്ന ഒരു സമ്മർദ്ദം UDF ക്യാമ്പിൽ പ്രകടവുമാണ്. അൻവറിനെ കുറിച്ച് ആരും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നില്ല, അൻവറിനെ കുറിച്ചൊന്നും പ്രതികരിക്കുന്നില്ല എന്ന നിലപാടാണ് UDFനെങ്കിൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ ഈ പുതിയ സംഭവവികാസങ്ങൾ UDF എങ്ങനെ പ്രതിരോധിക്കുമെന്നുള്ളത് തന്നെയാണ് കണ്ടറിയേണ്ടത്. കാരണം അൻവർ ഇഫക്റ്റ് അത് UDFൽ പ്രകടമാണ്. അൻവർ മത്സരിച്ചു കഴിഞ്ഞാൽ അത് UDFന് ഏറെ ക്ഷീണമുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് UDF വിലയിരുത്തുന്നുണ്ട്. ആ ഒരു പ്രതിസന്ധി ഒഴിവാക്കാൻ വേണ്ടി എല്ലാ പരിശ്രമങ്ങളും UDF നടത്തുന്നു എന്ന് തന്നെ വേണം ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അർദ്ധരാത്രിയിലുള്ള സന്ദർശനവും അനുനയ നീക്കവും ഒക്കെ കാണുമ്പോൾ മനസ്സിലാക്കുവാൻ. എന്നാണെങ്കിലും LDF ഇത് UDFനെതിരെ ഇതിനോടകം തന്നെ വലിയ പ്രചരണായുധമാക്കി സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ സ്വരാജിൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണം അതിലുണ്ടായിരിക്കും. എങ്ങനെയായിരിക്കും ഈ ഒരു പ്രതിസന്ധി UDF മറികടക്കുക എന്നുള്ളത്. നേരത്തെ UDFനെ ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു മണ്ഡലം സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിക്കാൻ കഴിയുന്ന പ്രചരണം നേരത്തെ തുടങ്ങാനായി എന്നുള്ള അവകാശവാദം. പക്ഷേ അതൊക്കെ ആ അഡ്വാൻറ്റേജുകളൊക്കെ ആ മേൽക്കൈകളൊക്കെ അൻവറിനെ അനുനയിപ്പിക്കാൻ കഴിയാതെ പോയതോടെ നഷ്ടമാകുന്നുണ്ടോ UDFനെ എന്ന് കരുതേണ്ട തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ആര്യ, തീർച്ചയായും CV അനുമോദാണ് വിവരങ്ങൾ നൽകുന്നത്. അനുമോദ് തുടരുക. ഞാൻ MS അനീഷ് കുമാറിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. അനീഷ്, മുഖ്യമന്ത്രി ഇന്ന് എത്തുകയാണ്, അവിടെ LDF കൺവെൻഷന് തുടക്കം കുറിക്കുകയാണ് എന്നുള്ളതാണ്. പ്രവർത്തകർക്ക് മുഖ്യമന്ത്രി എത്തുന്നതോടുകൂടി ആവേശം ഇരട്ടിയാകും എന്നുള്ളതിൽ തർക്കമില്ല. പ്രചാരണം അത് ഇരട്ടി ശക്തി ആർജിക്കും. അതിനപ്പുറം ഇവിടെ ഇപ്പോൾ
പിന്നെ അൻവർ ഒരു വലിയ വിഷയമായി നിൽക്കുകയാണ്. കോൺഗ്രസിന് അൻവർ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. അതിനപ്പുറം അൻവർ ഉയർത്തുന്ന ഒരുപാട് വിമർശനങ്ങളുണ്ടല്ലോ സർക്കാരിനെതിരെ. പിണറായി സത്തിനെതിരായ പോരാട്ടം എന്നൊക്കെയാണ് അൻവർ പറയുന്നത്. അപ്പോൾ അതിന് പിണറായി മുഖ്യമന്ത്രി എന്ത് മറുപടി നൽകും എന്നുള്ളത് ഇന്നത്തെ ദിവസത്തിലെ ഏറെ ആകാംക്ഷ ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല UDF-നും തക്കതായ ഒരുപാട് മറുപടികൾ നൽകാൻ മുഖ്യമന്ത്രിയുടെ പക്കൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ കേരളം പ്രതീക്ഷിക്കുന്നതും, അല്ലേ? തീർച്ചയായും മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ 2 വട്ടം വോട്ട് തേടിയത് PV അൻവറിനായാണ്. ആ സ്ഥാനാർത്ഥി എതിർവശത്ത് നിൽക്കുന്നു എന്നത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഘടകം. നേരത്തെ മുതൽ തന്നെ അൻവറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ആദ്യ 1-2 ഘട്ടത്തിൽ മറുപടി പറഞ്ഞ് അദ്ദേഹം ഒഴിവാക്കിയായിരുന്നു. പിന്നീട് ഈ അൻവറുമായി നേരിട്ടുള്ള ഒരു വാക്പോരിന് തയ്യാറാകാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഒരു കറിവേപ്പില പരാമർശത്തിൽ കൂടിയാണ് അൻവറിനെ ഒഴിവാക്കിയത്. CPM നേതാക്കൾ പലപ്പോഴും അങ്ങനെയാണ്. അൻവറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ അൻവറിനെതിരായ വിമർശനങ്ങൾ ഇങ്ങനെ നിരന്തരമായി തുടർന്നു ിരിക്കുന്ന ഒരു സാഹചര്യം വരുത്താതെ ബോധപൂർവം സൃഷ്ടിച്ച്, അതായത് അൻവറിനെ അവഗണിച്ച് തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്ന സാഹചര്യമാണ്. മറുവശത്തിപ്പോൾ സ്വരാജ് ആവട്ടെ മറ്റ് CPM നേതാക്കളാവട്ടെ എല്ലാവരും ഈ സർക്കാരിന്റെ 9 വർഷത്തെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ വോട്ട് നേടിത്തരും എന്ന ഒരു കൃത്യമായ കണക്കൂട്ടലിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. നമുക്ക് എന്തായാലും ഈ നിലമ്പൂരിലെ ആളുകളോട് തന്നെ ചോദിക്കാം. ഇവിടുത്തുകാരല്ല, ഞങ്ങൾ ഈ നാട്ടുകാരേ അല്ല. അല്ല, ഇവിടെ ഇലക്ഷൻ ആണെന്നുള്ള കാര്യം അറിയോ? അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്, നമ്മക്കറിയില്ല. അതറിയില്ല. നാട്ടുകാരാണ്, അവര് ഇക്കാര്യത്തെ പറ്റിയൊന്നും അറിയില്ല എന്നാണ് പറയുന്നത്. ചേട്ടാ, ഇലക്ഷനൊക്കെ എങ്ങനെയായി? ഓളമായി തുടങ്ങിയോ? ഇലക്ഷനൊക്കെ ഉഷാറായി തുടങ്ങുന്നുണ്ട്. പിന്നെ എന്തുവാ പ്രത്യേകിച്ച് പറയാം, 3 ശക്തനായ സ്ഥാനാർത്ഥികൾ തന്നെയാണ്. ആരെയും തള്ളാൻ പറ്റില്ല. അത്ര നമുക്ക് പറയാനുള്ളൂ. അൻവർ രാജിവെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇലക്ഷൻ എത്തിയത്, അല്ലേ? അൻവറിനെ വോട്ട് ചെയ്തവരാണോ നേരത്തെ? അൻവറിനെ വോട്ട് ചെയ്തവരൊക്കെയാണോ നേരത്തെ? അങ്ങനെയൊന്നുമില്ല. അല്ല, അൻവർ രാജിവെച്ചത് ശരിയായെന്ന് തോന്നുന്നുണ്ടായിരുന്നോ? അതോ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് അനാവശ്യമായി എത്തിയ തെരഞ്ഞെടുപ്പാണ്? അങ്ങനെ ഉണ്ട്, ജനങ്ങൾക്ക് ചില അഭിപ്രായങ്ങളുണ്ട്. അനാവശ്യമായ തെരഞ്ഞെടുപ്പാണെന്ന് പറയുന്നുണ്ട്. ഇന്നിപ്പോ മുഖ്യമന്ത്രിയൊക്കെ കളത്തിലെത്തുവാണ്. ഇന്ന് മുഖ്യമന്ത്രി ഇവിടെ വരുന്നുണ്ട്. ആവേശത്തിലേക്ക് കടന്നു. ആവശ്യത്തിൽ കടന്നു. ഈ അൻവർ മത്സരിക്കുവോ ഇല്ലയോ എന്നുള്ള സംശയം. അൻവർ ഇപ്പൊ മത്സരിക്കണമെന്നില്ല എന്നാ പറയുന്നത്. പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ കരുതുന്നത്? ശരിക്കും മത്സരിക്കുമെന്നാണോ? ഇല്ല, മത്സരിക്കുന്നില്ല എന്നാ കേൾക്കുന്നത്. ഇതാണ് ആളുകൾക്ക് ഒരു വ്യക്തതയില്ല. കാരണം അവരുടെ MLA ആയിരുന്നു. മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടുള്ളത്. ചേട്ടാ, ഇലക്ഷനൊക്കെ എവിടെ വരെയായി? ഓളൊക്കെ ആയി തുടങ്ങിയോ? തുടങ്ങി. ഇവിടെ ആലട മാപ്പിട്ടി ജയിക്കാതെ. ആരേക്ക്? പാപ്പട്ടി ജയിക്കാതെ. അൻവർ മത്സരിക്കുമോ? അൻവർ മത്സരിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. അൻവർ മത്സരിച്ചാൽ എങ്ങനെയാവും സാധ്യതകള്? അൻവർ മത്സരിക്കുവാണെങ്കിൽ എങ്ങനെയാവും സാധ്യതകള്? കണക്കാ. അയാളെ കാര്യം കണക്കാരെ ആണോ? അയാളൊക്കെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. അയാൾ നിന്നിട്ട് കാര്യമില്ല. അങ്ങനെ പറയാൻ കാര്യം? അയാളെ നിന്നിട്ട് കാര്യമില്ല. അതന്നെ അയാളെങ്ങനെ കാട്ടിക്കൂട്ടില്ല. അല്ല, 2 തവണ കൂടെ MLA ആയിരുന്നു. അതൊന്നും കാര്യമില്ല. അയാളിന് MLA നിന്നിട്ട് കാര്യമൊന്നുമില്ല. ഇല്ല, അയാൾ മത്സരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? മത്സരിച്ചോട്ടെ, നല്ല കാര്യമില്ല. എന്നാലും നിങ്ങൾക്ക് ഒരു കുഴപ്പം വരില്ല? ഒരു കുഴപ്പം വരില്ല. വലിയ ഭൂരിപക്ഷം ജയിക്കും. ഒരു വർഷം ജയിക്കും. ഈ സ്വരാജ് വന്നേക്കുന്നത് നിങ്ങളെ ബാധിക്കില്ലേ? എന്ത് ബാധിക്കും? എന്താ, സ്വരാജ് വല്ല കരുത്തനായ ആളല്ലേ? അതൊന്നും കാര്യമില്ല. ആയൊക്കെ ചോട്ടി. ഇതാണ് നാട്ടുകാരായ ആളുകളിലേക്ക് തെരഞ്ഞെടുപ്പ് ആവേശം മെല്ലെ മെല്ലെ എത്തി തുടങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്ക് ആളുകളുടെ പ്രതികരണങ്ങളിൽ മനസ്സിലാവുന്നത്. എന്തായാലും മുഖ്യമന്ത്രി ഇന്ന് കളത്തിലെത്തുമ്പോൾ LDF ക്യാമ്പ് വലിയ ആവേശത്തിലാവും. ഇന്നലെ ആണ് LDFന്റെ സ്ഥാനാർത്ഥി M സ്വരാജ് മണ്ഡലത്തിലേക്ക് എത്തിയത്. വലിയ സ്വീകരണം, ആവേശകരമായ വരവേൽപ്പാണ്. അതായത് അദ്ദേഹം ഷൊർണൂരിൽ നിന്നും ട്രെയിൻ കയറിയപ്പോൾ മുതൽ ഓരോ റെയിൽവേ സ്റ്റേഷനുകളിലും അദ്ദേഹത്തെ അഭിവാദ്യം അർപ്പിക്കാനായി LDF പ്രവർത്തകർ തിങ്ങിക്കൂടി നിൽക്കുന്ന കാഴ്ച. അതിനുശേഷം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയ അദ്ദേഹത്തിന് ആവേശോജ്വല സ്വീകരണം നൽകി. വലിയ റോഡ് ഷോ, അതായത് ഉച്ചതിരിഞ്ഞാണ് റോഡ് ഷോ നിശ്ചയിച്ചെങ്കിൽ പോലും രാവിലെ അദ്ദേഹം സ്ഥലത്തെത്തിയ സമയം മുതൽ ഒരു റോഡ് ഷോ ആയി അദ്ദേഹത്തിന്റെ യാത്ര മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഒപ്പം മറുവശത്തും അതേ ആവേശം പ്രകടമായിരുന്നു. ആര്യാടൻ ഷൗക്കത്ത് ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി പോയിരുന്നു. ആ പത്രികാ സമർപ്പണത്തിനായുള്ള ഇറക്കം, ആ യാത്രയും ഒരു വലിയ
ആവേശകരമായ റോഡ് ഷോയായി മാറുന്നു. മണിക്കൂറുകളോളം ഈ ചെറുപട്ടണം ഗതാഗതക്കുരുക്കിലാവുന്ന അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. മറുവശത്ത് BDJSന്റെ സ്ഥാനാർത്ഥി ഇന്നെത്താനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ കണക്കാക്കുമ്പോൾ 3 മുന്നണികളും കളത്തിലിറങ്ങി കഴിഞ്ഞു. അവസാനവട്ട അനുനയ നീക്കങ്ങൾ അൻവറുമായി കോൺഗ്രസ് നടത്തുന്നു. ഒരുപക്ഷെ അൻവർ ഉണ്ടാകുമോ ഇല്ലയോ എന്നത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും ആവേശകരമാക്കുന്ന ഒരു ഘടകം. ഇന്നലെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇല്ല എന്ന് രാവിലെ പറയുന്നു, ഉച്ചതിരിഞ്ഞ് ഉണ്ടെന്ന് പറയുന്നു. വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലുള്ള അനുനയ നീക്കങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹം ഇന്നെങ്കിലും എത്തുമോ, അല്ലെങ്കിൽ ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ അവസാന നിമിഷം വരെ ആ സസ്പെൻസ് തുടരുമോ എന്നത് തന്നെയാണ് നമുക്ക് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. തീർച്ചയായും MS അനീഷ് കുമാർ കൂടിയാണ് നമുക്കിപ്പം നിലമ്പൂരിൽ നിന്ന് ചേർന്നത്. എന്തായാലും വളരെ വലിയ ആവേശത്തിലാണ് ഇടത് വലത് മുന്നണികളുള്ളത്. മുഖ്യമന്ത്രി കൂടി എത്തുന്നതോടുകൂടി ഇടത് ക്യാമ്പിന്റെ ആവേശം ഇരട്ടിയാകും. എന്നാൽ തങ്ങൾ പ്രചാരണത്തിൽ ഒരുപടി മുന്നിലാണ് എന്നുള്ളത് UDF ക്യാമ്പും അവകാശപ്പെടുന്നു. പക്ഷേ ഈ ചിത്രത്തിലൊന്നുമില്ലാത്ത ആളുകളാണ് NDA ക്യാമ്പ്. അവിടെ BJP സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞു. ഇനിയിപ്പം NDAക്ക് വേണ്ടി തന്നെ ഒരു സ്ഥാനാർത്ഥിയെ വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനം പോലും എടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ശ്രീജിത്ത് നമുക്കൊപ്പം കോട്ടയത്ത് നിന്ന് ചേരുകയാണ്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. അവിടെ BDJSന്റെ യോഗം ഇന്ന് ചേരുകയാണ്. ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നമുക്ക് പ്രതീക്ഷിക്കാമോ? സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനുള്ള സാധ്യത തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് നാളെയാണ് ഈ നോമിനേഷൻ നൽകേണ്ട അവസാന തീയതി. പന്ത് BDJSന്റെ കോർട്ടിലേക്കാണ് BJP തട്ടിയിട്ടിരിക്കുന്നത്. അതിന് അവർ ചൂണ്ടിക്കാണിക്കുന്ന കാരണം BDJS ആണ് അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് മേടിച്ചിട്ടുള്ള പാർട്ടി എന്നുള്ളതാണ്. 2016 ഏതാണ്ട് 12,000 വോട്ടാണ് അവർക്ക് ലഭിച്ചത്. BJP ഈ സീറ്റ് ഏറ്റെടുത്ത് മത്സരിച്ചപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 8,000 വോട്ട് മാത്രമേ ലഭിച്ചുള്ളൂ. ഇതാണ് അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള വിശദീകരണം. എന്നാലും ഇതിനൊക്കെ അപ്പുറത്തേക്ക് BJPക്ക് ആ മണ്ഡലത്തിൽ മത്സരിക്കാൻ താല്പര്യമില്ല. പ്രത്യേകിച്ച് NDAക്ക് പോലും താല്പര്യമില്ല എന്നുള്ളത് ഏതാണ്ട് കൃത്യമായി വ്യക്തമാക്കിയതാണ് രാജീവ് ചന്ദ്രശേഖർ, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. പ്രത്യേകിച്ച് ഇതൊരു അനാവശ്യ തെരഞ്ഞെടുപ്പാണ്. BJPയുടെ ഫോക്കസ് തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെയാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനം നടക്കുന്നതിനിടെ തങ്ങൾക്ക് സ്വാധീനമില്ലാത്തൊരു മണ്ഡലത്തിൽ എന്തിനു മത്സരിക്കണം എന്ന ആശങ്കയും സംശയവും തന്നെയാണ് BJP നേതൃത്വത്തിലുള്ളത്. BJP BDJSനോട് മത്സരിക്കാൻ പറഞ്ഞെങ്കിലും അവർക്കും ഇത്തരത്തിലുള്ള പലതരം താല്പര്യക്കുറവുണ്ട്. എന്തായാലും ഇന്ന് ചേരുന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ഇക്കാര്യങ്ങൾ ആലോചിച്ച് ഒരു അന്തിമമായ വ്യക്തത വരും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മത്സരിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്ത് നിന്നടക്കം BJP ഒരു ദേശീയ പാർട്ടിയാണ്. എന്നിട്ടും ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് ബഹിഷ്കരിക്കുന്നത്? വളരെ ചെറിയ വോട്ടുകൾ കിട്ടിയ കാലത്ത് പോലും BJP മത്സരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മാറി നിൽക്കുന്നത് ഉചിതമല്ല എന്ന വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതാണ് BJP ഒരല്പം സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് BDJSന്റെ യോഗമുണ്ട്. ഈ യോഗത്തിൽ BDJS നേതാക്കളുടെ കൂടി അഭിപ്രായം പരിഗണിച്ച ശേഷമായിരിക്കും ഒരു അന്തിമമായ തീരുമാനത്തിലേക്ക് എത്തുക. ഇന്ന് ഉച്ചയോടുകൂടി ഇക്കാര്യത്തിലൊരു വ്യക്തത വരും. എന്തായാലും സ്ഥാനാർത്ഥി ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഗിരീഷ് മേക്കാട്ട് BJPയുടെ BDJSന്റെ ജില്ലാ അധ്യക്ഷൻ തന്നെ മത്സരിച്ചേക്കുമെന്നുള്ള സൂചന കഴിഞ്ഞ ദിവസം തന്നെ മലപ്പുറത്ത് നിന്ന് അനുമോദ് ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ട് ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളൊക്കെ നൽകുകയും ചെയ്തതാണ്. എന്തായാലും ഇന്ന് ഏതാണ്ട് ഉച്ചയോടുകൂടി ഇക്കാര്യത്തിൽ അന്തിമമായൊരു വ്യക്തത വരും. ആര്യ, തീർച്ചയായും എന്തായാലും NDA സ്ഥാനാർത്ഥിയെ ഇന്ന് അറിയാം എന്നുള്ളതാണ് പ്രതീക്ഷ നമ്മൾ വെക്കുന്നത്. ഉച്ചയോടുകൂടി ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കോട്ടയത്ത് BDJSന്റെ യോഗം ഇന്ന് ചേരുകയാണ്. നേരത്തെ തന്നെ നമ്മൾ സൂചനകൾ നൽകിയിരുന്നു. BDJSന്റെ ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് മേക്കാട്ടിനാണ് സാധ്യത ഉള്ളത് എന്നുള്ളത്. നമുക്ക് കണ്ടറിയാം എന്താകും NDA ക്യാമ്പിൽ നിന്നുള്ള ഇനിയുള്ള നീക്കങ്ങൾ എന്നുള്ളത്. CV അനുമോദിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അനുമോദ്, ഇതിപ്പോൾ അൻവർ ഇന്ന് 10 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസവുമാണ്. രഹസ്യ യോഗങ്ങളൊക്കെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന സാഹചര്യം. ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്, അതോ അൻവറിനെ അനുനയിപ്പിച്ച് കൂട്ടിലാക്കാൻ UDFന് സാധിക്കും എന്നുള്ളതാണോ? ഇന്നലെ നടന്ന യോഗമല്ല ചർച്ചയൊക്കെ ഫലം കണ്ടു അതോ ഫലം കണ്ടില്ല? ഏത് അനുമാനത്തിലേക്ക് എത്താൻ കഴിയുന്നുണ്ട് ഈ ഘട്ടത്തിൽ? അൻവർ തന്റെ നാടകീയ നീക്കങ്ങൾ തുടരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്നിപ്പോൾ രാവിലെ അദ്ദേഹം മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുകയില്ല എന്ന് തന്നെയാണ് കരുതേണ്ടത്. രാവിലെ അൻവർ തന്റെ രാഷ്ട്രീയമായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി വിശദീകരിക്കും, ചർച്ചകൾ കുറച്ചുകൂടി പറയും, പ്രവർത്തകരുടെ പിന്തുണ ലഭിക്കുന്നതിനെ കുറിച്ച് പറയും.
അതിനുശേഷം നാളെ വരെ സമയമുണ്ടല്ലോ എന്നൊരു നിലപാട് അദ്ദേഹം സ്വീകരിക്കാനാണ് സാധ്യത. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു കണ്ടതിനെക്കുറിച്ചും അദ്ദേഹം പറയാൻ സാധ്യതയുണ്ട്. അതേപ്പറ്റി എങ്ങനെ പറയുന്നു എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയ നീക്കത്തിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അംഗീകരിച്ചുകൊണ്ട് ആണ് സംസാരിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ മയപ്പെടുന്നതിൻ്റെ സൂചനകളാവാം. അതല്ല അതിനെ പരിഹസിച്ചുകൊണ്ടാണെങ്കിൽ നമുക്ക് അൻവർ ഈ പറയുന്ന രീതിയിൽ മത്സരവുമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ്. ഒരുപക്ഷെ നാളെ രാവിലെയാകും അൻവർ ഇക്കാര്യത്തിൽ അന്തിമ നിലപാട് പ്രഖ്യാപിക്കുക. ഒരുപക്ഷെ ഈ നാളെ മത്സരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച് അവിടെ നിന്ന് തന്നെ റോഡ് ഷോ ആയിട്ട് വന്ന് പത്രിക സമർപ്പിക്കുന്ന തരത്തിലേക്ക് നീക്കം ഉണ്ടാവാനും സാധ്യതയുണ്ട്. എന്നാൽ 5-ാം തീയതി വരെ പത്രിക പിൻവലിക്കാനുള്ള സമയമുള്ളതുകൊണ്ട് അത്രയും ദിവസം ഈ വിഷയം സജീവമായിട്ട് നിലനിർത്താനുള്ള സാധ്യതയും അൻവറിന് മുമ്പിൽ ശേഷിക്കുന്നുണ്ട്. ആ പത്രിക സമർപ്പിച്ചാൽ മാത്രമേ കഴിയുകയുള്ളൂ. കാരണം പത്രിക പിൻവലിക്കുമ്പോഴേക്കും ആ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അൻവറിൻ്റെ ഭാഗത്ത് നമുക്ക് ഏത് തരത്തിലുള്ള നീക്കവും പ്രതീക്ഷിക്കാം. കാരണം അൻവറിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ട് ഏറ്റവും വലിയ ഒരു പരീക്ഷണത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. അൻവറിൻ്റെ നിലപാടുകൾ മാറി മാറി വരുന്നതും അൻവറിൻ്റെ അതെല്ലാം തന്നെ UDF-ലേക്കുള്ള തൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്കുള്ള ഒരു വഴിയിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ വേണം കാണുവാൻ. അൻവർ രാവിലെ 10 മണിക്ക് എന്തെല്ലാം പറയുമെന്ന കാര്യത്തിൽ നമുക്ക് കാത്തിരിക്കണം. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച തരത്തിലുള്ള കാര്യങ്ങളാകാം അദ്ദേഹം പങ്കുവയ്ക്കാൻ പോകുന്നതെന്ന് വേണം ഈ ഘട്ടത്തിൽ കരുതാൻ. തീർച്ചയായും CV അനുമോദും G ശ്രീജിത്തും MS അനീഷ് കുമാറുമാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേർന്നത്. അപ്പോൾ ഇതാണ് ഇതുവരെയുള്ള നിലമ്പൂരിന്റെ ഒരു സമഗ്ര ചിത്രം എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ നടക്കുമെന്ന് കണ്ടറിയാം. നമുക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. സംസ്ഥാനത്ത് അതിതീവ്ര മഴയുടെ സാഹചര്യം മാറിയെങ്കിലും മഴ തുടരും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി ശക്തമായ മഴ തുടരും. ഇന്ന് 4 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. കാസർഗോഡ് ജില്ലയിലാണ് ഇന്നലെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. മഴ അല്പം വിട്ടുനിന്നെങ്കിലും അപ്പർ കുട്ടനാട്ടിൽ ജലനിരപ്പിന് കാര്യമായ മാറ്റമില്ല. കിഴക്കൻ വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ അപ്പർ കുട്ടനാട് മേഖലയിലെ ജലനിരപ്പ് അപകടനിലയിൽ എത്തിയിരുന്നു. ആലപ്പുഴ തീരദേശത്ത് കടലാക്രമണം രൂക്ഷമാണ്. മഴ കുറഞ്ഞതിനെ തുടർന്ന് ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം നീക്കി. വിവിധ മേഖലകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ മഴ വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം പോകുന്നത് ഐഷത്തുൽ ഷംനയിലേക്കാണ്. ഷംന, ഇന്നത്തെ ഒരു മുന്നറിയിപ്പിന്റെ ഒരു സാഹചര്യം എങ്ങനെയാണ്? 4 ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഉണ്ട്. മറ്റു വിവരങ്ങൾ? ആര്യ, അതിതീവ്ര മഴയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി സംസ്ഥാനത്തുണ്ടായിരുന്നത്. ആ മഴയ്ക്ക് നേരിയ ശമനമുണ്ടാകുന്നു. പക്ഷേ ശക്തമായി മഴ തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസമൊക്കെ ഇന്ന് എല്ലാ ജില്ലകളിലെയും അലേർട്ടുകളൊക്കെ പിൻവലിച്ചിരുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് മാത്രം യെല്ലോ അലേർട്ടും ബാക്കി എല്ലാ ജില്ലകളുടെയും അലേർട്ടുകളൊക്കെ പിൻവലിച്ചിരുന്നു. പിന്നീട് വൈകിട്ടോട് കൂടിയാണ് വീണ്ടും ആലപ്പുഴ, എറണാകുളം ജില്ലകൾക്ക് കൂടി യെല്ലോ അലേർട്ട്. അങ്ങനെ 4 ജില്ലകൾക്ക് ഇന്ന് യെല്ലോ അലേർട്ടാണ്. ഒപ്പം തന്നെ മറ്റ് ജില്ലകൾക്കൊന്നും മുന്നറിയിപ്പില്ല. പക്ഷേ നേരിയ മഴയുണ്ടാകുമെന്ന് തന്നെയാണ് വിവരം. ഒപ്പം തന്നെ നാളെയും ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് ഇന്നും നാളെയും ഒക്കെ യെല്ലോ അലേർട്ടാണ്. വരും ദിവസങ്ങളിലും, അതായത് അടുത്ത 5 ദിവസം കൂടി മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് തീവ്ര മഴയെ വെച്ച് നോക്കുമ്പോൾ മഴയുടെ തോത്, ലഭിക്കുന്ന മഴയുടെ തോതും ശക്തിയും ഒക്കെ കുറവായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഒപ്പം തന്നെ നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിരുന്നു, ഇത്തവണത്തെ മഴ കനക്കാൻ കാരണം 2 ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെട്ടതാണ്. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ഒക്കെ ആ ന്യൂനമർദ്ദം പിന്നീട് തീവ്ര ന്യൂനമർദ്ദമായി കരതൊട്ടതൊക്കെയാണ് മഴ ഇത്ര ശക്തമായി വരാൻ കാരണമായത്. ആ ന്യൂനമർദ്ദങ്ങളൊക്കെ ഇപ്പോൾ ദുർബലമായിരിക്കുന്നു, ശക്തി കുറഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ന്യൂനമർദ്ദം കൊണ്ട് രൂപപ്പെട്ടിരുന്ന ഒരു മഴ അത് നിന്നു. ഇനിയുള്ളത് കാലവർഷ മഴയാണ്. അതെന്തായാലും ഈ സീസണിലെ ആദ്യ അതിതീവ്ര മഴ അത് അവസാനിച്ചു. ഇനി വരും ദിവസങ്ങളിൽ അടുത്ത കുറച്ച് ദിവസത്തേക്ക് മഴയിൽ നേരിയ ശമനമുണ്ടാവും. അതിനുശേഷമായിരിക്കും പിന്നീട് മഴയുടെ കാര്യത്തിൽ ഇനി മഴ ശക്തമാകുമോ ഇല്ലയോ എന്ന് അറിയുക. എന്തായാലും സെപ്റ്റംബർ വരെ ശക്തമായ മഴയായിരിക്കും. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കഴിഞ്ഞ മൺസൂണുകളെ അപേക്ഷിച്ച് കൂടുതൽ മഴ സെപ്റ്റംബർ വരെ ഇത്തവണ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. പക്ഷേ അത് ഈ സീസണിലെ ആദ്യത്തെ അതിതീവ്ര മഴ സീസൺ അവസാനിച്ചു എന്നതാണ് മുന്നറിയിപ്പ്. ആര്യ, എന്തായാലും മഴ ഈ അലേർട്ടുകളൊന്നുമില്ലെങ്കിൽ പോലും എല്ലാ ജില്ലകളിലും സംസ്ഥാന വ്യാപകമായി തന്നെ മഴയുണ്ടാകും എന്നും അറിയിപ്പുണ്ട്.
അതെ, അതിതീവ്ര മഴയുടെ സാഹചര്യം മാറി നിൽക്കുന്നു എന്നത് മാത്രമാണ്. പക്ഷേ ശക്തമായ മഴ തുടരും എന്നത് തന്നെയാണ് മുന്നറിയിപ്പ്. ഐഷത്തുൽ ഷംനയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. നമുക്ക് ഇനി ഇടുക്കിയിലേക്കൊന്ന് പോകാം. പ്രിൻസ് ജെയിംസ് അവിടെ നിന്ന് ചേരുന്നുണ്ട്. പ്രിൻസ്, വെരി ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, ഹൈറേഞ്ചിൽ വലിയ നാശനഷ്ടമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായത്. അതിശക്തമായ അസാധാരണമായ മഴയാണ് അവിടെ പെയ്തത്. വൈദ്യുതി ബന്ധമൊന്നും ഇപ്പോഴും പുനഃസ്ഥാപിച്ചിട്ടില്ല. പല സ്ഥലങ്ങളിലും വ്യാപകമായ കൃഷിനാശമുണ്ടായി, ഒരുപാട് വീടുകൾ തകർന്നു. അങ്ങനെ ദുരിതപ്പെയ്ത്ത് തന്നെയായിരുന്നു ഹൈറേഞ്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. ഇപ്പോൾ എന്താണ് സാഹചര്യം? മഴയൊന്ന് അല്പം മാറി നിൽക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ്. തീർച്ചയായും കഴിഞ്ഞ ഒരാഴ്ചയായി വലിയ മഴ പെയ്ത സാഹചര്യത്തിൽ നിന്ന് നിലവിൽ മഴ മാറി നിൽക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു. മഴ ഒറ്റപ്പെട്ട സമയങ്ങളിൽ ചെറിയ മഴ പെയ്യുന്നുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളെയൊക്കെ അപേക്ഷിച്ച് മഴ പൂർണ്ണമായി മാറി എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് നിലവിൽ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്കും കുറഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട അണക്കെട്ടുകളായ മുല്ലപ്പെരിയാർ, ഇടുക്കി അണക്കെട്ടുകളിലേക്കും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ജലം കൂടുതലുണ്ടെങ്കിലും, അതായത് ഇടുക്കിയിലൊക്കെ കഴിഞ്ഞ വർഷത്തും ഈ സമയത്തുണ്ടായതിനേക്കാൾ 10 അടിയോളം വെള്ളം കൂടുതലുണ്ട്. എങ്കിൽ പോലും നിലവിൽ അപകടകരമായ സാഹചര്യങ്ങളില്ല. അതോടൊപ്പം ചെറുകിട അണക്കെട്ടുകളായ കല്ലാർകുട്ടി, പൊന്മുടി, മലങ്കര, ലോവർ പെരിയാർ തുടങ്ങിയ അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ടെങ്കിലും അതിന്റെ അളവും കുറച്ചിരിക്കുന്നു. കല്ലാർകുട്ടിയിലൊക്കെ നിലവിൽ 2 ഷട്ടറുകൾ കൂടെ മാത്രമാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത്. പൊന്മുടിയിൽ 1 ഷട്ടറിൽ കൂടി മാത്രമാണ് വെള്ളം. പൊന്മുടിയിലും ലോവർ പെരിയാറിലും 1 ഷട്ടറിൽ കൂടിയാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വലിയ ആശ്വാസമാണ്. കൂടുതൽ വെള്ളം ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ അതിശക്തമായ മഴ പെയ്തെങ്കിൽ മാത്രമേ കഴിഞ്ഞ ദിവസങ്ങൾ കൂടി പോലെ കൂടുതൽ ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ട സാഹചര്യമുള്ളൂ. ഒപ്പം ഇടുക്കിയുടെ ഡൈവേർഷൻ ഡാമുകളായ ഇരട്ടയാർ, കല്ലാർ തുടങ്ങിയ ഡാമുകൾ കഴിഞ്ഞ ദിവസം റെഡ് അലർട്ട് ആയിരുന്നെങ്കിൽ പോലും ഷട്ടറുകൾ ഉയർത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. ഈ മഴ കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഡാം അണക്കെട്ടുകളിൽ നിന്നും ഷട്ടർ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല. അതും ആശ്വാസകരമാണ്. എന്തായാലും മഴ മാറി നിൽക്കുന്നതിനാൽ ഡാമുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകേണ്ട സാഹചര്യങ്ങൾ മാറി നിൽക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയിൽ ഇടുക്കിയിൽ വ്യാപകമായ ഒരു നാശനഷ്ടം തന്നെ സംഭവിച്ചിരുന്നു. 130-ലധികം വീടുകളാണ് നശിച്ചത്. 3 പേർക്ക് വിവിധ ദിവസങ്ങളെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ കാർഷിക നാശവും എടുത്തു പറയേണ്ടതുണ്ട്. വിവിധ മേഖലകളിലെ 5.5 കോടി അതിലധികം രൂപയുടെ കാർഷിക നാശം ഉണ്ടായെന്നാണ് ഒരു പ്രാഥമികമായ വിലയിരുത്തൽ. ഒപ്പം ഏറ്റവും അധികം നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് ഏലം കാർഷിക മേഖലയിലാണ്. ഏകദേശം 140 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. അതായത് കഴിഞ്ഞ 7 ദിവസങ്ങൾക്കുണ്ടായ മഴയിലും കാറ്റിലും 140 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന് കരുതപ്പെടുന്നു. അതായത് 200 ഹെക്ടറിലധികം കൃഷിഭൂമിയിലെ ഏലം കൃഷി നശിച്ചിട്ടുണ്ട്. പ്രധാനമായും കാറ്റത്ത് ഒടിഞ്ഞു വീണാണ് പൂർണ്ണമായും നശിച്ചിരിക്കുന്നത്. ഒപ്പം വലിയ മരങ്ങൾ, ഏലത്തോട്ടങ്ങളിൽ നിന്ന വലിയ മരങ്ങൾ ഒടിഞ്ഞു വീണും കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ വർഷത്തേക്ക് അടുത്ത വേനലിൽ വലിയ നാശനഷ്ടം കാർഷിക മേഖലയിൽ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായതും ഏലം കാർഷിക മേഖലയിലാണ്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ മഴക്കാലത്ത് തുടർന്ന് വീണ്ടും ഈ നഷ്ടമുണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും നിലവിൽ വില ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ കാർഷിക മേഖല ഉണ്ടായിരുന്ന നഷ്ടം കർഷകർക്ക് വലിയ വെല്ലുവിളി ഉയർത്തുകയാണ്. ആര്യ. യെസ്, പ്രിൻസ് ജെയിംസ് ആണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി നമുക്ക് നേരെ പത്തനംതിട്ടയിലേക്ക് പോകാം. ശശിനാരായണനുണ്ട്. ശശിനാരായണൻ, ഗുഡ് മോർണിംഗ്. എന്താണ് ഇപ്പോൾ, മഴയൊക്കെ ഉണ്ടോ അവിടെ? ഗുഡ് മോർണിംഗ് ആര്യ. മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ ഇന്നലെ രാത്രിയിലൊക്കെ അതിശക്തമായ മഴയായിരുന്നു. പക്ഷേ പുലർച്ചയോടുകൂടി അല്പം മഴയ്ക്ക് ശമനമുണ്ട്. നദികളുടെ ജലനിരപ്പിൽ നേരിയ തോതിൽ കുറവുണ്ട്. അതേസമയം അപ്പർ കുട്ടനാട് മേഖലയിൽ, തിരുവല്ല അപ്പർ കുട്ടനാട് മേഖലയിൽ നിരണം, കടപ്ര, നെടുമ്പറം, പെരിങ്ങര തുടങ്ങിയ മേഖലകളിലെല്ലാം വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. ഈ മണിമലയാർ കര കവിഞ്ഞതോടുകൂടിയാണ് ഈ പ്രദേശത്തെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത്. വീടുകളിലെല്ലാം വെള്ളം കയറിയോട് തന്നെ ആളുകളെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. 38 ക്യാമ്പുകളാണ് പത്തനംതിട്ട ജില്ലയിൽ തുറന്നത്. ഈ ക്യാമ്പുകളിലേക്ക് ഏകദേശം 300ഓളം കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റി താമസിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്ക് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ വീടുകളിൽ തിരിച്ചു വരാൻ വയ്യാത്ത ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു. വെള്ളം ഇറങ്ങിപ്പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. നിലവിൽ താഴ്ന്ന പ്രദേശമാണ്. സ്വാഭാവികമായും മഴ പെയ്താൽ തന്നെ അപ്പർ കുട്ടനാട് മേഖല പല സ്ഥലങ്ങളിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കഴിഞ്ഞ മഴയ്ക്ക് കൂടുതൽ പെയ്ത്ത് അതിതീവ്ര മഴ ഉണ്ടായി തന്നെ ഈ നദിയിലെ ജലനിരപ്പ്, മണിമലയാറിന്റെ ജലനിരപ്പ് ഉയർന്നതോടുകൂടിയാണ് അപ്പർ കുട്ടനാടിന്റെ മേഖലയിലെ പല സ്ഥലങ്ങളിലും ഏക്കർ കണക്കിന് കൃഷി പാടശേഖരങ്ങളും വെള്ളത്തിനടിയിലായി. വീടുകൾ പൂർണ്ണമായും വെള്ളത്തിലേക്ക് ആയ ഒരു സാഹചര്യമുണ്ട്. വീട്ടു സാധനങ്ങളും ഉപകരണങ്ങളും ഒക്കെ ആളുകൾക്ക് നഷ്ടപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. ഇവരെ തിരുവനന്തപുരം അതുപോലെ തന്നെ പെരിങ്ങര, നിരണം, കടപ്ര തുടങ്ങിയ നെടുമ്പറം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഈ സ്ഥിതി വലിയ രൂക്ഷമായിരിക്കുന്നത്. വെള്ളം ഇറങ്ങിപ്പോകാനുള്ള സൗകര്യം ഈ പ്രദേശങ്ങളിലില്ല. ക്യാമ്പുകളിലേക്കാണ് ആളുകളെ 300ഓളം പേരെ ക്യാമ്പുകളിലേക്ക് ഇവിടെ മാറ്റിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ മഴ കുറഞ്ഞാൽ മാത്രമേ ഒരുപക്ഷെ ആളുകൾ തിരിച്ച് വീടുകളിലേക്ക് എത്താൻ കഴിയും. എന്നാലും
ഈ വീട് ചെളിയൊക്കെ നിറഞ്ഞൊരു സാഹചര്യമുണ്ട്. തിരിച്ചവർക്ക് താമസിക്കാൻ പോകാൻ വലിയ ബുദ്ധിമുട്ട് ഉള്ളൊരു മേഖലയാണ്. കാർഷിക മേഖലയ്ക്കും വലിയ തൊഴിൽ നഷ്ടമുണ്ടായിരുന്നു. അമ്പലപ്പുഴ റോഡ് ഹൈവേയിൽ അമ്പലപ്പുഴ റോഡിന്റെ സൈഡിൽ അമ്പലപ്പുഴയ്ക്ക് ഇന്നലെ KSRTC ബസ് നിർത്തിവെക്കേണ്ട 1 മണിക്കൂറോളം നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ടായി. പിന്നീട് ഇടത്ത വരെയാണ് സർവീസ് നടത്തിയത്. അത്തരത്തിൽ യാത്രാ ദുരിതവും പ്രദേശത്തുണ്ട്. വൈദ്യുതി മേഖലയ്ക്കും വലിയ നഷ്ടം ഈ മഴ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം നിരവധി പോസ്റ്റുകൾ ഒടിഞ്ഞ് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടവും വൈദ്യുതി മേഖലയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. നിരവധി ട്രാൻസ്ഫോമർ അടക്കം നഷ്ടപ്പെട്ട സാഹചര്യമുണ്ട്. വീടുകൾ ഭാഗികമായി പല വീടുകളും ഈ മരം കടപുഴകി വീണ് നശിച്ച സാഹചര്യമുണ്ട്. പൂർണ്ണമായും വീട് തകർന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ നിരവധി ദുരിതങ്ങൾ ഈ മഴയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഈ പത്തനംതിട്ട ജില്ലയിൽ അനുഭവിക്കേണ്ടതായിട്ടൊന്നുമില്ല. മൂഴിയാർ ഡാമിന്റെ ഷട്ടർ 10 സെന്റിമീറ്റർ മാത്രമാണ് തുറന്നിട്ടുള്ളത്. ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ നേരിയ തോതിൽ കുറവുണ്ട്. ജില്ലയിൽ സാധാരണഗതിയിൽ ഇന്നലെ രാത്രിയിലൊക്കെ തുടർച്ചയായി ഉണ്ടെങ്കിലും ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ മഴയ്ക്ക് ശമനമുണ്ട്. തെളിഞ്ഞ കാലാവസ്ഥ പല സ്ഥലത്തും ഉണ്ട്. എന്നാൽ വരും മണിക്കൂറുകൾ മഴ ലഭിക്കും എന്നുള്ള കാര്യം കൂടിയുണ്ട്. അത് വലിയ ആശങ്കപ്പെട്ട സാഹചര്യമില്ലെന്നാണ് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ആര്യ ശശിനാരായണനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും പത്തനംതിട്ടയിലും മഴയ്ക്ക് നേരിയ ശമനമുണ്ട് എന്നതാണ് സാഹചര്യം. നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളെ ഏറെ ആശങ്കപ്പെടുത്തിയ, ദുഃഖത്തിലാഴ്ത്തിയ വാർത്തയായിരുന്നു വിഴിഞ്ഞത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയി കാണാതായ ബോട്ടിൽ 9 മത്സ്യത്തൊഴിലാളികളെ കാണാതായി എന്നുള്ളത്. അതിൽ പുല്ലുവിള സ്വദേശി സ്റ്റെല്ലസിനെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ്. കാണാതായ 2 വള്ളങ്ങളിൽ നിന്ന് 8 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയിരുന്നു. ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡാൻ, ഇനി ഒരു വ്യക്തിയെ മാത്രം, സ്റ്റെല്ലസിനെ മാത്രമേ ഇനി കണ്ടെത്താൻ ബാക്കിയുള്ളൂ. തീരത്തിന്റെ ദുഃഖം അത് നമ്മൾ ഇന്നലെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അവർ കടലാക്രമണം ഇപ്പോഴും രൂക്ഷമായി തുടരുന്ന സാഹചര്യം, പ്രതികൂലമായ കാലാവസ്ഥ നിൽക്കുന്ന സാഹചര്യം, ഇപ്പോഴും സ്റ്റെല്ലസിനായിട്ടുള്ള ഈ അന്വേഷണം അതെങ്ങനെയാണ് പുരോഗമിക്കുന്നത്? മറ്റ് കാലാവസ്ഥാ വിവരങ്ങൾ കൂടി. ആര്യ, ഇന്നലെ വൈകുന്നേരത്തോടെയാണ് വിഴിഞ്ഞം തീരത്ത് നിലനിന്നിരുന്ന ആശങ്ക അത് ആശ്വാസത്തിന് വഴിമാറിയത്. സഹായമത ബോട്ടിലെ മത്സ്യത്തൊഴിലാളികളെയാണ് ആദ്യം വിഴിഞ്ഞത്തേക്ക് എത്തിച്ച് തുടർന്ന് അവർക്ക് പ്രാഥമിക ചികിത്സ ഉറപ്പുവരുത്തി. അതിനുശേഷം രാത്രി 12 മണിക്ക് ശേഷമാണ് മറ്റ് 4 പേരെ, ഫാത്തിമ എന്ന ബോട്ടിലെ 4 പേരെ വിഴിഞ്ഞം തീരത്തേക്ക് എത്തിച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ 8 പേരുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന അനിശ്ചിതത്വം നീങ്ങിയിരിക്കുന്നു. ഇനി അതിനു മുമ്പ് വള്ളം മറിഞ്ഞ് കാണാതായ സ്റ്റെല്ലസ്, നേരത്തെ സൂചിപ്പിച്ച പോലെ സ്റ്റെല്ലസിന് വേണ്ടിയുള്ള തെരച്ചിലാണ് നടക്കുന്നത്. ജീവനോടെ അദ്ദേഹം രക്ഷപ്പെടാനുള്ള സാധ്യത വിരളമാണ് എന്നാണ് കോസ്റ്റ് ഗാർഡും മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുമൊക്കെ പറയുന്നത്. കാരണം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന 3 പേർ നീന്തി രക്ഷപ്പെട്ടിരുന്നു വള്ളം മറിഞ്ഞപ്പോൾ. മറ്റൊരാളുടെ മൃതദേഹം കണ്ടെടുത്തിരുന്നു. ഇനി ശേഷിക്കുന്നത് സ്റ്റെല്ലസ് ആണ്. അപ്പം സ്റ്റെല്ലസിന് വേണ്ടിയുള്ള തെരച്ചിൽ ഈ കുളച്ചിൽ വരെയുള്ള ഭാഗങ്ങളിൽ വിവിധ മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഈ മറ്റ് മറൈൻ എൻഫോഴ്സ്മെന്റ്, കോസ്റ്റ് ഗാർഡിന്റെ ഉദ്യോഗസ്ഥർക്ക് പുറമെ മറ്റ് സ്ഥലങ്ങളിലെ ബോട്ടുകളുമായി മത്സ്യബന്ധനത്തിന് ഉൾപ്പെടെ പോകുന്ന മറ്റിടങ്ങളിലെ ആളുകൾക്ക് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട ഇന്റിമേഷൻ നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ മൃതദേഹമോ അല്ലെങ്കിൽ അല്ലാതെയോ കരക്കടിയുന്ന എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ, അജ്ഞാത മൃതദേഹങ്ങൾ കരക്കടിയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായി കോസ്റ്റ് ഗാർഡിനെ മറൈൻ എൻഫോഴ്സ്മെന്റിനെ ബന്ധപ്പെടണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും അത്തരത്തിലാണ് വിഴിഞ്ഞത്തെ സാഹചര്യങ്ങൾ. പൊതുവായ ഒരു ചിത്രം, വലിയ തരത്തിൽ തുടർച്ചയായി പെയ്തുകൊണ്ടിരുന്ന മഴ അത് ഇന്നലെ രാത്രിയോടെ ശമിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. രാത്രി ഇടവിട്ട് ചെറിയ തോതിൽ മഴ പെയ്യുന്നത് ഒഴിച്ചാൽ അതിനപ്പുറത്തേക്ക് അതിശക്തമായി വലിയ ഭീഷണിയായി മാറി പെയ്തിരുന്ന ആ മഴയ്ക്ക് ഒരു ശമനമുണ്ടായിരിക്കുന്നു, കാറ്റിന് ശമനമുണ്ടായിരിക്കുന്നു. ഞങ്ങളിപ്പോൾ ഉള്ളത് വലിയ തുറയിലാണ്. ഇവിടേക്ക് വലിയ തരത്തിൽ കടലാക്രമണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏതാണ്ട് 50 മീറ്ററോളം തീരം കടലെടുത്ത നിലയിലാണ്. എങ്കിലും വലിയ തരത്തിൽ കടന്നാക്രമിച്ചിരുന്ന കടലാക്രമണത്തിന് ഒരു ശമനം ഉണ്ടായിരിക്കുന്നുവെന്ന് വേണം പറയാൻ. പക്ഷേ അടുത്ത 4 ദിവസം കൂടി, അതായത് 3-ാം തീയതി വരെ കൃത്യമായി ഒരു ജാഗ്രതാ നിർദ്ദേശം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് നൽകിയിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. അതോടൊപ്പം മലയോര മേഖലകളിൽ താമസിക്കുന്നവർക്ക് ഉൾപ്പെടെ നിലനിൽക്കുന്ന ജാഗ്രതാ നിർദ്ദേശം അങ്ങനെ തന്നെ തുടരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കിള്ളിയാറും കരമനയാറും ഉൾപ്പെടെ പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകളെല്ലാം ജലനിബിഡമാണ്. വലിയ തരത്തിൽ നീരൊഴുക്കുണ്ട്, അങ്ങനെ കുത്തൊഴുക്കുണ്ട്. അതുകൊണ്ട് ജലസ്രോതസ്സുകൾക്ക് അരികിൽ ആറിന്റെ കരകളിൽ താമസിക്കുന്നവരോട്, ഇരു കരകളിലും താമസിക്കുന്ന ആളുകളോട് കർശനമായി അതുമായി ബന്ധപ്പെട്ട ജാഗ്രതാ നിർദ്ദേശം പാലിക്കാനുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പുറപ്പെടുവിച്ചിരുന്നു. അതാണ്
പൊതുവായ ഒരു ചിത്രം. പക്ഷേ മഴ ഏതാനും ദിവസങ്ങൾ കൂടി ശക്തമായി തന്നെ തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കഴിഞ്ഞ ദിവസം ഏറ്റവും അവസാനം നൽകിയ മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും വലിയ തരത്തിൽ ആശങ്കയായി മാറിയിരുന്ന അതിതീവ്ര മഴയ്ക്ക് അതിനൊരു ശമനമുണ്ടായിരിക്കുന്നു എന്നതാണ് ആശ്വാസകരമായ ഒരു വാർത്ത. തീർച്ചയായും ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. നമ്മൾ നേരെ പോകുന്നത് കൊല്ലത്തേക്കാണ്. കൊല്ലത്തെ മഴ സാഹചര്യം ഒക്കെ നോക്കാം. എസ് വിനീഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിനീഷ്, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട്? മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണോ കൊല്ലത്ത്? ഗുഡ് മോർണിംഗ് ആര്യ. കൊല്ലത്ത് മഴയ്ക്ക് അല്പം ശമനമായിട്ടുണ്ട്. മഴയുടെ ശക്തി അല്പം കുറഞ്ഞിട്ടുമുണ്ട്. ഇടവിട്ട് മാത്രമാണ് മഴയുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ചെറിയ രീതിയിൽ മഴ പെയ്തിരുന്നു. എന്നാലും കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും ജില്ലയിൽ വ്യാപകമായ നാശനഷ്ടമാണ് സംഭവിച്ചത്. പലയിടങ്ങളിലും വൈദ്യുതിബന്ധം പുനഃസ്ഥാപിക്കാൻ പോലും ഇതുവരെയും സാധിച്ചിട്ടില്ല. അത്രയേറെ നാശനഷ്ടങ്ങളാണ് KSEBക്ക് അടക്കം സംഭവിച്ചിരിക്കുന്നത്. മിക്കയിടങ്ങളിലും മരം പിഴുതു വീണ് വീടുകൾക്ക് നാശനഷ്ടമെല്ലാം സംഭവിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം മാത്രം ജില്ലയിൽ 24 വീടുകളാണ് ഭാഗികമായി തകർന്നത്. വീട്ടിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഒരു ദുരിതാശ്വാസ ക്യാമ്പും കഴിഞ്ഞ ദിവസം തുറന്നിരുന്നു. കൊല്ലം ആദിച്ചനെല്ലൂരിലാണ് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിരിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പിൽ 3 സ്ത്രീകളും 1 പുരുഷനും 5 കുട്ടികളുമാണ് കഴിഞ്ഞു വരുന്നത്. പഞ്ചായത്തിന്റെ പകൽ വീട്ടിലാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. ജില്ലയിൽ വ്യാപകമായ കൃഷിനാശവും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ 23,78,000 രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു അറിയിപ്പാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. എന്തായാലും മഴയ്ക്ക് ഇപ്പോൾ ഒരു ശമനമുണ്ട് ആര്യ. തീർച്ചയായും അതാണ് കൊല്ലത്തെ സാഹചര്യം. എസ് വിനീഷാണ് നമുക്കൊപ്പം ചേർന്നത്. ഇനി പോകുന്നത് എറണാകുളം ജില്ലയിലേക്കാണ്. ആജ്ഞ രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആജ്ഞ, ഗുഡ് മോർണിംഗ്. അവിടെയും മഴ മാറി നിൽക്കുന്ന സാഹചര്യം തന്നെയല്ലേ? അരെ ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ നല്ല മഴയുണ്ട്. അതായത് ഒരു വെളുപ്പിനെ ആ സമയമൊക്കെ ആയപ്പോൾ നന്നായി മഴ പെയ്തിരുന്നു. ഇങ്ങനെ ഒറ്റപ്പെട്ട മഴയ്ക്ക്, ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. എറണാകുളം ജില്ലയിൽ യെല്ലോ അലേർട്ടാണ്. അതുപോലെ തന്നെ സ്കൂള് ജൂൺ 4-ാം തീയതിയാണ് ഒരു വിഭാഗം CBSE സ്കൂളുകൾ തുറക്കുക എന്നൊരു തീരുമാനം ജില്ലയിലായിട്ടുള്ളത്. കനത്ത മഴ, പ്രത്യേകിച്ച് മലയോര മേഖലയിലൊക്കെ കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ ഒരു തീരുമാനമാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ തീരുമാനം അനുസരിച്ചിട്ട് കഴിഞ്ഞ ദിവസത്തെ മഴ മുന്നറിയിപ്പുകളൊക്കെ അനുസരിച്ചിട്ട് എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ്. അതേസമയം കടൽക്ഷോഭം രൂക്ഷമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. കണ്ണമാലി ഭാഗത്തൊക്കെ നേരത്തെ നമ്മൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. 7 കിലോമീറ്ററോളം പുലിമുട്ട് തീർക്കാൻ, അതുപോലെ ടെട്രപ്പാടുകൾ ഇടാനുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് അവിടേക്ക് മറ്റുള്ള ഭാഗങ്ങളിലൂടെ അടിക്കേണ്ടുന്ന തിരയുടെ ശക്തമായ കയറ്റം ഈ ഭാഗത്തുണ്ടാകുന്നുണ്ട്. അവിടുത്തെ ആളുകൾ ബുദ്ധിമുട്ടിലുമാണ്. കഴിഞ്ഞ ദിവസവും ആ കാര്യം മനസ്സിലാവുന്നുണ്ട്. കണ്ണമാലി, ചെറായി ഭാഗങ്ങളിലൊക്കെ കടൽക്ഷോഭം രൂക്ഷമാണ്. കടലിൽ പോകരുത് എന്ന് തന്നെയാണ് നിർദ്ദേശമുള്ളത്. എന്തായാലും ഇന്ന് എറണാകുളം ജില്ലയിൽ യെല്ലോ അലേർട്ടാണ്. വരുന്ന മണിക്കൂറുകളിൽ 3 മണിക്കൂറിനുള്ളിൽ ശക്തമായ മഴ പെയ്യുമെന്നൊരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് കൂടിയുണ്ട്. 29 ഡിഗ്രിയാണ് ഇപ്പോൾ കൊച്ചിയിലെ താപനില. അവരറിയിക്കുന്നത് പ്രകാരം 29 ഡിഗ്രിയാണ്. ഇങ്ങനെ ഇത്രയും ഒരു വലിയ തീവ്ര മഴയുടെ സാഹചര്യം കഴിഞ്ഞു. അതായത് ആദ്യ ദിവസങ്ങളിലെ അതിതീവ്ര മഴ സാഹചര്യം കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരുന്നത് അതിതീവ്ര മഴ ആയിരിക്കില്ല എന്നൊരു ആശ്വാസം കൂടി നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. എന്തായാലും ഒറ്റപ്പെട്ട മഴ നേരങ്ങളിൽ മഴ പെയ്യും. കഴിഞ്ഞ 2 ദിവസങ്ങളായി എറണാകുളം ജില്ലയിൽ അത്തരത്തിൽ ഒറ്റപ്പെട്ട മഴയാണ് പെയ്തത്. പക്ഷെ പെയ്യുന്ന മഴ വലിയ ഇൻറ്റൻസിറ്റിയോടുകൂടി, വലിയ തുള്ളികളോടുകൂടി പെട്ടെന്ന് വെള്ളം വന്ന് നിറയുന്ന തരത്തിലുള്ള പെയ്ത്താണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്. എന്തായാലും മഴയുടെ തീവ്രത ഒന്ന് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 മണിക്കൂർ മുൻപേയും വലിയ മഴ തന്നെ ആയിരുന്നു പെയ്ത് തീർന്നത്. ആര്യ, തീർച്ചയായും ആജ്ഞ രവീന്ദ്രനാണ് എറണാകുളത്ത് നിന്ന് നമുക്കൊപ്പം ചേർത്തത്. അവിടെ അതിതീവ്ര മഴ എന്ന സാഹചര്യം ഇല്ല. മഴയ്ക്കൊരു നേരിയ ശമനമുണ്ട്. പക്ഷേ ശക്തമായ മഴ തുടരുന്ന സാഹചര്യം കൂടിയാണ് ഉള്ളത് എന്നതാണ് ആജ്ഞ പങ്കുവെച്ചത്. ഇനി കാസർഗോഡേക്ക് പോകാം. KV ബൈജു നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബൈജു, ഗുഡ് മോർണിംഗ്. കാസർഗോഡ് ജില്ലയിലും ഇന്ന് യെല്ലോ അലേർട്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും അതിശക്തമായ മഴയാണ് അവിടെ രേഖപ്പെടുത്തിയത്. ഇപ്പോൾ എന്താണ് സാഹചര്യം? ആര്യ, ഒറ്റപ്പെട്ട മഴ ലഭിക്കുന്നതല്ലാതെ വലിയ തോതിലുള്ള മഴ അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്ര ശക്തമായ മഴ ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഈ തീരപ്രദേശങ്ങളിൽ ഉള്ളവർക്ക് ഇപ്പോഴും ഒരു ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഉയർന്ന തിരമാല സാധ്യത
ഉയർന്ന തിരമാല സാധ്യത ആണ് കാലാവസ്ഥാ പ്രവചനം. അതുകൊണ്ട് തന്നെ തീരപ്രദേശങ്ങളിലുള്ളവർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം ദേശീയപാതയിലാണ് മറ്റൊരു ആശങ്ക നിലനിൽക്കുന്നത്. പലയിടങ്ങളിലും ഇപ്പോഴും ഇന്നലെയും പൊയ്നാച്ചിയിൽ ഈ ദേശീയപാതയിലെ റോഡുകൾക്ക് വിള്ളൽ സംഭവിക്കുന്ന ഒരു സാധ്യത റിപ്പോർട്ട് ചെയ്തിരുന്നു. അത്തരത്തിൽ ഇനിയും ദേശീയപാതയിൽ പലയിടങ്ങളിലും അപകട ഭീഷണി നിലനിൽക്കുന്നു. എന്തായാലും ഇന്നലെ ജില്ലാ വികസന സമിതി യോഗം ചേർന്നിരുന്നു. ഈ പല വീടുകളിലും വെള്ളം കയറി വലിയ തോതിലുള്ള നഷ്ടം ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അവർക്ക് അത്തരം ആളുകൾക്ക് നഷ്ടപരിഹാര തുക നിർമ്മാണ കമ്പനി തന്നെ നൽകണമെന്നൊരു ആവശ്യം MLA-മാർ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ദേശീയപാതയിൽ പരിശോധന ഇനിയും എത്രത്തോളം അപകട സാധ്യത ഉണ്ടെന്ന കാര്യത്തിൽ പരിശോധന ഇനിയും തുടരും. എന്തായാലും നാളെ അധ്യയന വർഷം വീണ്ടും ഒരു അധ്യയന വർഷം കൂടി ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്കൂളുകളിലും ഇന്ന് പരിശോധന ഉണ്ടാവും. ഏതെങ്കിലും തരത്തിൽ അപകടകരമായ രീതിയിലുള്ള മരങ്ങൾ അത് മുറിച്ചു മാറ്റാനുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ടി ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പരിശോധന ഇന്നും ഉണ്ടാകും. എന്നാൽ നാളെ വിദ്യാലയം വീണ്ടും ഒരു അവധിക്കാലത്തിന് ശേഷം വീണ്ടും തുറക്കുകയാണ്. അത് സുരക്ഷിതമായി കുട്ടികൾ സ്കൂളിൽ എത്തുന്നതിന് ഉറപ്പുവരുത്തുന്ന നടപടികൾ അത് ഇന്നും ഉണ്ടാകും. മഴ ഇനി വരുന്ന സമയങ്ങളിൽ ഒറ്റപ്പെട്ട മഴയായിരിക്കും. ശക്തമായൊരു മഴ ഉണ്ടാകില്ല. അത് ദക്ഷിണ കന്നഡ ജില്ലയിലും ഇതേ സമാനമായ കാലാവസ്ഥ തന്നെയാണ്. മഴ കുറഞ്ഞിരിക്കുന്നു. എങ്കിലും ഈ മലയോര മേഖലകളിൽ പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നു. വെള്ളക്കെട്ട് അതേപടി തന്നെ നിലനിൽക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ശക്തമായ മഴയിൽ. അത് അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ജാഗ്രത ഉണ്ടാകണമെന്ന ഒരു മുന്നറിയിപ്പുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആരും തന്നെ മാറിയിട്ടില്ല. പലരും ബന്ധുവീടുകളിലേക്കാണ് മാറിയത്. പലരും ഇപ്പോൾ തിരിച്ച് അവരുടെ സ്വന്തം വീടുകളിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. ആര്യ, തീർച്ചയായും KV ബൈജു ആണ് കാസർഗോഡ് നിന്ന് നമുക്കൊപ്പം ചേർന്നത്. അതാണ് കാസർഗോട്ടെ മഴയുടെ ഒരു സാഹചര്യം. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ജില്ല കൂടിയാണ് കാസർഗോഡ്. കഴിഞ്ഞ ദിവസമൊന്നും റെഡ് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടില്ലായിരുന്നു എങ്കിൽ പോലും റെഡ് അലർട്ടിന് സമാനമായ മഴയാണ് അവിടെ പെയ്തത്. ഇന്ന് യെല്ലോ അലർട്ടാണ് ജില്ലയിൽ നൽകിയിട്ടുള്ളത്. മഴയ്ക്ക് ഒരു നേരിയ ശമനമുണ്ട് എന്നുള്ളതാണ് ബൈജു പങ്കുവെക്കുന്നത്. എന്തായാലും ബൈജു സൂചിപ്പിച്ച ഒരു കാര്യം കൂടിയുണ്ട്. നാളെ സ്കൂളുകൾ തുറക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ നാളെ തന്നെ സ്കൂൾ തുറക്കുമോ എന്നുള്ളത് പലർക്കുമുള്ള ഒരു സംശയമാണ്. ഈ മഴയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ. അപ്പോൾ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് നാളെ തന്നെ സ്കൂൾ തുറക്കും. ആ കാര്യത്തിൽ ആ ഡേറ്റിൽ ഒരു വ്യത്യാസമൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇനി വരികയാണ് എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്താം. പക്ഷേ സംസ്ഥാനത്ത് ഇപ്പോൾ മഴ സാഹചര്യം ഒന്ന് മാറി നിൽക്കുകയാണ്. അതിതീവ്ര മഴ സാഹചര്യം എന്നുള്ളത് മാറി സാധാരണ നിലയിലേക്ക് എത്തിയതുകൊണ്ട് സ്കൂൾ നാളെ തന്നെ തുറക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. എന്തായാലും 2 മാസത്തെ വേനൽ അവധിക്ക് ശേഷം നമ്മുടെ കുട്ടികളൊക്കെ നാളെ സ്കൂളുകളിലേക്ക് പോവുകയാണ്. സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് HSS-ൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 3 ലക്ഷത്തോളം കുട്ടികൾ നാളെ 1ാം ക്ലാസ്സിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നവാഗതരായ കുട്ടികളെ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയാണ് സ്വീകരിക്കുക. സ്കൂൾ പ്രവൃത്തി സമയം അരമണിക്കൂർ വർദ്ധിപ്പിക്കുന്നത് വൈകുന്നേരം മാത്രമാക്കുന്നതും സർക്കാർ പരിഗണനയിൽ ഉണ്ട്. രാവിലെയും വൈകുന്നേരവുമായി 15 മിനിറ്റ് സമയം വർദ്ധിപ്പിക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. സർക്കാർ എയ്ഡഡ് ഹൈസ്കൂളുകളിലെ പ്രവൃത്തി സമയം കൂട്ടിയതിൽ അധ്യാപക സംഘടനകളെ കുറ്റപ്പെടുത്തി വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. അധ്യാപക സംഘടന കോടതിയിൽ പോയതിനെ തുടർന്നാണ് പ്രവൃത്തി സമയം അരമണിക്കൂർ കൂട്ടേണ്ടി വന്നത്. ഇതിൽ രക്ഷിതാക്കളുടെ പ്രതിഷേധം ന്യായമാണെന്നും വിദ്യാഭ്യാസ മന്ത്രി ന്യൂസ് 18നോട് പറഞ്ഞു. പുതിയ അധ്യയന വർഷത്തേക്ക് സർക്കാർ അംഗീകരിച്ച അക്കാദമിക് കലണ്ടറിലാണ് സർക്കാർ എയ്ഡഡ് ഹൈസ്കൂളുകളിലെ പ്രവൃത്തി സമയം അരമണിക്കൂർ കൂട്ടിയത്. രാവിലെയും വൈകിട്ടും 15 മിനിറ്റ് വീതമാണ് അധിക സമയം. ഇതോടെ ഹൈസ്കൂളുകളിലെ പ്രവൃത്തി സമയം രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെയാകും. കൂടാതെ തുടർച്ചയായി 6 പ്രവൃത്തി ദിനങ്ങൾ വരാത്ത വിധം 7 ശനിയാഴ്ചകളിലും ക്ലാസ് ഉണ്ടാകും. ഇത്തരമൊരു തീരുമാനമെടുക്കാൻ സർക്കാർ നിർബന്ധിതമാകുകയായിരുന്നുവെന്ന് മന്ത്രി V. ശിവൻകുട്ടി പറയുന്നു. ഈ ഒരു പ്രശ്നം ഇങ്ങനെ കൊണ്ടുവന്നത് അധ്യാപക സംഘടന തന്നെയാണ്. 210 ദിവസവും 220 ദിവസവും എല്ലാം വെച്ച് മര്യാദയ്ക്ക് കാര്യങ്ങളോട് നടന്നുകൊണ്ടിരുന്നതാണ്. അപ്പോഴാണ് ഈ ദിവസങ്ങൾ കൂടിപ്പോയി ഞങ്ങളോട് ആലോചിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘടന കോടതി പോകാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ പിന്നെ അവർ തന്ന ഇതിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. മറ്റു ക്ലാസുകളിൽ നിന്ന് വ്യത്യസ്തമായ പ്രവൃത്തി സമയം വലിയ ബുദ്ധിമുട്ടാണ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഉണ്ടാക്കിയിട്ടുള്ളത്. സ്കൂൾ ബസ്സുകളിലും സ്വകാര്യ വാഹനങ്ങളിലും എല്ലാ ക്ലാസുകളിലെ വിദ്യാർത്ഥികളും ഒരുമിച്ചാണ് സ്കൂളിൽ വരുന്നത്. ഹൈസ്കൂൾ പ്രവൃത്തി സമയത്തിൽ മാറ്റമുണ്ടായതോടെ ഇനി ഇത് എളുപ്പമാകില്ല. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് മാത്രമായി യാത്രാ സൗകര്യം ഏർപ്പെടുത്തുന്നതും പ്രായോഗികമല്ല. അതിനാലാണ് തീരുമാനം മാറ്റണമെന്ന് PTA-കളും രക്ഷിതാക്കളും ആവശ്യപ്പെടുന്നത്. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനമായതിനാൽ ഒന്നും ചെയ്യാനാകില്ലെന്ന് സർക്കാരും പറയുന്നു. നാളെ സ്കൂൾ തുറക്കാനിരിക്കെയാണ് പുതിയ പ്രതിസന്ധി. ന്യൂസ് 18 തിരുവനന്തപുരം.
മറ്റു വാർത്തകൾ കൂടി നോക്കാം. രാജ്യത്ത് എന്തായാലും കോവിഡ് ആശങ്ക വർദ്ധിക്കുകയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ വിവിധ സംസ്ഥാനങ്ങളിലായി 4 മരണം റിപ്പോർട്ട് ചെയ്തു. രാജ്യത്ത് 3395 പേരാണ് നിലവിൽ കോവിഡ് ബാധിതരായി ചികിത്സയിലുള്ളത്. ഒരു മരണം കേരളത്തിലാണ്. കേരളത്തിൽ 59കാരനാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡാൻ, ഒരിടവേളയ്ക്ക് ശേഷം കോവിഡ് ആശങ്ക വർദ്ധിക്കുകയാണ്. സംസ്ഥാനത്ത് ഒരുപാട് കോവിഡ് കേസുകൾ രാജ്യത്ത് തന്നെ രേഖപ്പെടുത്തിയ കണക്കുകൾ നോക്കുമ്പോൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് സംസ്ഥാനത്തെ ഒരു ജാഗ്രതാ നിർദ്ദേശവും മുൻകരുതൽ നടപടികളും ഒക്കെ പുരോഗമിക്കുന്നത്? നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്നലെ വൈകുന്നേരം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ചാണ് 3395 ആക്റ്റീവ് കോവിഡ് കേസുകൾ ഉണ്ട് എന്ന വിവരം പുറത്തു വരുന്നത്. അതിൽ തന്നെ 1336 പേര്, അതായത് ആ പട്ടികയിൽ ഏറ്റവും മുൻപിൽ ഉള്ളത് കേരളമാണ് എന്നതാണ് സംസ്ഥാനത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടുന്ന കാര്യം. അതിൽ പാലക്കാട്, എറണാകുളം, തിരുവനന്തപുരം, കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ് കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് ആരോഗ്യവകുപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ പരിശോധനകൾ കൂടുതലായി നടക്കുന്നതുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന കണക്ക് പുറത്തു വരുന്നത് എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. മറ്റ് സ്ഥലങ്ങളിലും സംസ്ഥാനങ്ങളിലുമൊക്കെ കോവിഡ് കേസുകളുണ്ട്. പക്ഷേ അത് കൃത്യമായി ചികിത്സ ഉറപ്പാക്കുന്നതിന് വേണ്ടി ആശുപത്രികളിലെത്തിയ പരിശോധനകൾ നടത്തുകയും ടെസ്റ്റ് ചെയ്യുകയും അങ്ങനെ അത് വെരിഫൈ ചെയ്ത് കോവിഡ് തന്നെയാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്ന എണ്ണം കേരളത്തിൽ കൂടുതലായതുകൊണ്ടാണ് ഈ കേരളത്തിലെ ഒരു സംഖ്യ, കോവിഡ് റേറ്റ് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് എന്നാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിശദീകരണം. എന്തായാലും മാസ്ക് നിർബന്ധമാക്കണം. അതായത് പ്രായമായവരും അതോടൊപ്പം മറ്റ് രോഗങ്ങൾക്ക് ചികിത്സയിലുള്ളവരുമൊക്കെ പൊതുസ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ മാസ്ക് നിർബന്ധമാക്കണമെന്നും പരമാവധി ആശുപത്രിയിലേക്കുള്ള അനാവശ്യമായ സന്ദർശനം ഒഴിവാക്കണമെന്നുമൊക്കെയാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അത് കൃത്യമായി തന്നെ പാലിക്കാനുള്ള നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്നലെ 4 മരണങ്ങളാണ് രാജ്യത്ത് മുഴുവൻ റിപ്പോർട്ട് ചെയ്തത്. അതിലൊന്ന് കോവിഡ് ബാധിച്ചുള്ള മരണം കേരളത്തിലാണ്. ICMR-ന്റെ ഡയറക്ടർ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒമിക്രോണിന്റെ 4 വകഭേദങ്ങളാണ് ഇപ്പോൾ ഈ കോവിഡ് കേസുകൾ ആക്റ്റീവാകാൻ കാരണം. അങ്ങനെ ഈ വകഭേദങ്ങളാണ് ഈ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്ന തരത്തിൽ കോവിഡിന്റെ മറ്റ് കോവിഡാനന്തര രോഗങ്ങൾക്കുൾപ്പെടെ കാരണമാകുന്ന രീതിയിൽ ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുന്നത് എന്ന വിവരമാണ് നിൽക്കുന്നത്. നേരത്തെയൊക്കെ 2 ആഴ്ച കൊണ്ട് മാറുന്ന തരത്തിലായിരുന്നു ഈ രോഗലക്ഷണങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള അസ്വസ്ഥതകളും. പക്ഷേ ഇപ്പോൾ അത് കുറച്ചുകൂടി നീണ്ടു നിൽക്കുന്ന തരത്തിലേക്ക് ആ ശാരീരിക അസ്വസ്ഥതകൾ മാറുന്ന തരത്തിലാണ് ഈ പുതിയ വകഭേദങ്ങൾ എന്നുകൂടി ഒരു വിലയിരുത്തൽ ഉണ്ടാകുന്നു. എന്തായാലും കർശനമായ ഒരു ജാഗ്രതാ നിർദ്ദേശം, ആരോഗ്യ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നു. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഒന്നും നിലവിൽ ഇല്ല എന്നും ആരോഗ്യവകുപ്പ് പറയുന്നു. ഓരോ ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട കോവിഡ് ടെസ്റ്റുകൾ കൂടുതലായി നടത്തുന്നതിനും മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിനുമുള്ള നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല നാളെ മുതൽ സ്കൂളുകൾ വീണ്ടും തുറന്ന് പ്രവർത്തിക്കാൻ പോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട അവബോധം നൽകുകയും ഈ ജലജന്യ രോഗങ്ങൾ ഉൾപ്പെടെ പടർന്നു പിടിക്കാൻ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നിലമ്പൂരിൽ PV അൻവർ മത്സരിക്കും. പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് PV അൻവർ. എന്തായാലും മത്സര ചിത്രത്തിലേക്ക് PV അൻവർ കൂടി എത്തുകയാണ്. ശക്തമായ ത്രികോണ പോരാട്ടത്തിലേക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കടക്കുന്നു. ആ നിർണായകമായ തീരുമാനം, ആ തീരുമാനത്തിലേക്ക് PV അൻവർ എത്തിയിരിക്കുകയാണ്. CV അനുമോദ് നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, ആ നിർണായകമായ തീരുമാനം, അതിലേക്ക് PV അൻവർ എത്തിയിരിക്കുന്നു. വിശദാംശങ്ങൾ. ആര്യ, ഇന്നലെ തന്നെ മത്സരിക്കാനുള്ള സാധ്യതകൾ മുൻനിർത്തി തന്നെയായിരുന്നു അൻവറിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നത്. തനിക്ക് മത്സരിക്കാൻ സമ്മർദ്ദമുണ്ടെന്നും തന്റെ പ്രവർത്തകർ മത്സരിക്കാൻ നിർബന്ധിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അൻവർ മത്സരിക്കാൻ തയ്യാറായിരിക്കുന്നു. അൻവർ ഇക്കാര്യം ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൃണമൂൽ കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതിയും അൻവറിന് ലഭിച്ചിട്ടുണ്ട്. അൻവർ പാർട്ടി ചിഹ്നത്തിലാകും നിലമ്പൂരിൽ മത്സരിക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. സ്വതന്ത്രനായിട്ടായിരിക്കില്ല, പാർട്ടി ചിഹ്നത്തിലായിരിക്കും മത്സരിക്കുക. ഡെറിക് ഒബ്രിയൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഒരുപക്ഷെ ഈ ദിവസങ്ങളിൽ
കേരളത്തിലേക്ക് എത്തുമെന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി വരെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള അനുനയ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ അൻവറിനെ കണ്ടതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഒരു തരത്തിലും പക്ഷേ അൻവർ അയയുന്നില്ല എന്ന നിലപാടിൽ തന്നെയാണ്. ഒരുപക്ഷേ മറ്റൊരു സാധ്യത കൂടി ഇതിൽ പരിഗണിക്കേണ്ടതുണ്ട്. അൻവർ അത്തരത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് പിൻവലിക്കുന്ന സമയം വരേക്കും അൻവറിന് ഈ സമ്മർദ്ദം തുടരാൻ സാധിക്കും. അൻവറിന് നാളെ മാത്രമാണ് നാമനിർദ്ദേശ പത്രികയുള്ള അവസാന ദിവസം നാളെയാണ്. അപ്പോൾ നാളേക്കുള്ളിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് പിൻവലിക്കാവുന്ന സമയം വരേക്ക് കൂടി അൻവറിന് ഈ ഒരു സമ്മർദ്ദം ചെലുത്തുവാനും അത് തുടരുവാനും സാധിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ ഒരു ഘട്ടത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ് അൻവറിൻ്റെ മുൻപിൽ ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് അൻവർ തീരുമാനിച്ചിട്ടുണ്ട്. അൻവർ അത്തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇത് പിൻവലിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അതൊക്കെ പിന്നീട് തന്നെ അറിയേണ്ട കാര്യങ്ങളാണ്. പക്ഷേ അദ്ദേഹം മത്സരിക്കും, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എന്ന സുപ്രധാന വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതെ, PV അൻവർ മത്സര രംഗത്തേക്ക് എത്തുന്നു എന്നുള്ള നിർണായക തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. നാളെ നാമനിർദ്ദേശ പത്രിക നൽകും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സ്വതന്ത്രനായല്ല, TMCയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി തന്നെ പാർട്ടി ചിഹ്നത്തിൽ PV അൻവർ മത്സരിക്കുകയാണ്. CV അനുമോദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലമ്പൂരിന്റെ മത്സര ചിത്രം തന്നെ ഇതോടെ മാറിയിരിക്കുകയാണ്. ശക്തമായ ത്രികോണ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. തീർച്ചയായും അൻവറിനെ സംബന്ധിച്ച് നിലമ്പൂർ അദ്ദേഹത്തിൻ്റെ കയ്യിലെ രേഖ പോലെ അറിയുന്ന ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ 8 വർഷം അദ്ദേഹം MLA ആയിരുന്ന സമയത്ത് ചെയ്തിരുന്ന കാര്യങ്ങളിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ LDF സ്ഥാനാർത്ഥി സ്വരാജ് എങ്ങനെയാണ് പറയുക? അദ്ദേഹത്തോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തോ, നിങ്ങൾ പാർട്ടിയോടൊന്ന് പറയണം. അദ്ദേഹം വഴി ഞാൻ റിക്വസ്റ്റ് ചെയ്തു. ഞങ്ങളുടെ പാർട്ടിയിലെ രീതികൾ അദ്ദേഹം ഉൾപ്പെടെയുള്ള പലർക്കും അറിയില്ല. അതാണ് പ്രശ്നം. CPIM എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്താണ് അതിന്റെ ഒരു സംഘടനാ രീതി, ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നോ മത്സരിക്കരുതെന്നോ റിക്വസ്റ്റ് ചെയ്യുന്ന രീതിയുണ്ടോ? പ്രശ്നം കോൺഗ്രസ് പോലെയാണ് എല്ലാ പാർട്ടിയും ഒന്ന് ധരിച്ചു പോവുകയാണ്. ദയവായിട്ട് മുൻ KPCC പ്രസിഡന്റ് അല്ലേ പറഞ്ഞ അപ്പൊ ദയവായി അദ്ദേഹം മനസ്സിലാക്കണം, എല്ലാവരും നിങ്ങളെപ്പോലെയല്ല. അദ്ദേഹത്തിന് അതിപ്പോ കുറേശ്ശെ മനസ്സിലായി വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അദ്ദേഹം ഒരു മാസം മുൻപ് പറഞ്ഞെന്തായിരുന്നു? അദ്ദേഹം KPCC പ്രസിഡന്റ് ആയി ചുമതല എടുക്കുമ്പോൾ പറഞ്ഞെന്തായിരുന്നു? അതിനുശേഷം ഡൽഹിയിലേക്ക് ഇപ്പോൾ ഒടുവിൽ പോയി വന്നതിന് ശേഷം പറഞ്ഞതെന്താണ്? അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കേരളീയ സമൂഹം എത്രമാത്രം വില കൽപ്പിക്കുന്നു എന്നത് ഈ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും പിന്നീടുണ്ടായ വസ്തുതകളുമായി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ അദ്ദേഹത്തോട് എനിക്കത് മാത്രമേ പറയാനുള്ളൂ. എല്ലാ പാർട്ടിയും കോൺഗ്രസ് പോലെയല്ല, എല്ലാ പാർട്ടിയിലെയും പ്രവർത്തകർ കോൺഗ്രസിനെ പോലെയും അല്ല. അപ്പോൾ അദ്ദേഹം കഴിയുമെങ്കിൽ ദയവായി CPIMന്റെ രീതികളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്തരം തെറ്റിദ്ധാരണകൾ മാറിക്കിട്ടും. അത്രേ ഉള്ളൂ. ഈ കവളപ്പാറ ദുരന്തമുണ്ടായ സമയത്തൊന്നും അങ്ങനെ കണ്ടില്ല എന്നുള്ള വലിയ ആക്ഷേപം വരുന്നുണ്ട്. സത്യത്തിൽ ഇന്നലെ ചിലർ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ കരുതിയത് നവമാധ്യമങ്ങളിൽ അത്തരത്തിലുള്ള പ്രചരണം ചിലർ നടത്തുന്നു എന്നാണ്. അത് സ്വാഭാവികമാണ്. കാരണം സോഷ്യൽ മീഡിയ ഇപ്പോൾ അടിസ്ഥാനരഹിതമായ പ്രചരണം നടത്താനും പലരും ഉപയോഗിക്കുന്നുണ്ട്. അതിന് പറ്റിയൊരു ഇടമായിട്ട് കൊണ്ടുനടക്കുന്നുണ്ട്. അതിൽ വ്യാജ ഐഡിയകൾ, അത്തരത്തിലുള്ള ഐഡിയകളിലൂടെയുള്ള പ്രചരണം, അതെന്തും പറയാവുന്നൊരു സ്ഥലമായി മാറി. അതിനൊന്നും നമുക്ക് മറുപടി പറയേണ്ട കാര്യമില്ല. സത്യത്തിൽ അവഗണിച്ച് തള്ളാവുന്നേ ഉള്ളൂ. പക്ഷെ പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്, അത് ഞെട്ടിപ്പോയി. ഇവിടുത്തെ മുൻ MLA അങ്ങനെ ഒരു പ്രയോഗം നടത്തിയിരിക്കുന്നു. പ്രളയ സമയത്ത് കണ്ടില്ല എന്ന് പറഞ്ഞു. അത് സത്യത്തിൽ ഞെട്ടലുളവാക്കി. ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങളിലും വിമർശനങ്ങളിലുമൊക്കെ മറുപടി നൽകുകയായിരുന്നു LDF സ്ഥാനാർത്ഥി M സ്വരാജ്. നമുക്ക് ഒരിക്കൽ കൂടി CV അനുമോദിലേക്ക് എത്താം. അനുമോദ്, നമ്മൾ പറഞ്ഞു നിർത്തിയത് ശക്തമായ ത്രികോണ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു നിലമ്പൂരിൽ എന്നുള്ളതാണ്. തുടരാം. തീർച്ചയായും അൻവർ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് തന്നെ നിലമ്പൂർ മണ്ഡലത്തിന് വേണ്ടി താൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, മണ്ഡലത്തിൽ പ്രളയമുണ്ടായപ്പോഴും മറ്റ് പ്രതിസന്ധികളുണ്ടായപ്പോഴും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്ന തരത്തിൽ താൻ ചെയ്ത കാര്യങ്ങൾ നിലമ്പൂരിലെ വോട്ടർമാരെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം. അതിലുപരി ഈ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങി താൻ എങ്ങനെ ദരിദ്രനായി, തൻ്റെ കൈവശം എങ്ങനെ കാശില്ലാതെയായി എന്ന് പറയുന്നത്, അത് പൊതുപ്രവർത്തനം ഇറങ്ങിയിട്ടാണ് താൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയത് എന്ന് അദ്ദേഹം പറയുമ്പോൾ തീർച്ചയായും മണ്ഡലത്തിലെ വോട്ടർമാരെ അത് ഒരു തരത്തിൽ സ്വാധീനിക്കാനുള്ള ഒരു ഉദ്യമത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ വേണം അദ്ദേഹത്തിന് വൈകാരികമായിട്ടുള്ള വാർത്താ സമ്മേളനം കാണുവാൻ. അതിനുശേഷം അൻവർ മത്സരിക്കുമ്പോൾ ഈ മണ്ഡലത്തിൽ ഉണ്ടാകുന്ന ഒരു സ്വാധീനം എങ്ങനെയെന്ന കാര്യത്തിൽ കൃത്യമായൊരു ഒരു അനാലിസിസ് അൻവർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ മണ്ഡലത്തിൽ അൻവറിന്
സ്വാധീനിക്കാനും കഴിയുന്ന വോട്ടർമാരുണ്ട് എന്ന് ഉറപ്പാക്കിയിട്ടാണ് അൻവർ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് തന്നെ. കൃത്യമായിട്ട് ഒരു 15,000-ലധികം വോട്ട് അൻവറിന് സ്വന്തമായിട്ട് നേടാൻ കഴിയും. അത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടൊരു ശക്തമായ പ്രചരണമൊക്കെ നടത്തിയിട്ടാണെങ്കിൽ അതിലേറെ വോട്ട് സമാഹരിക്കാൻ കഴിയും. ജയിക്കാനോ അല്ലെങ്കിൽ ജയിക്കുന്നത് ആരെന്ന് നിശ്ചയിക്കാനോ അൻവറിന് കഴിയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. അത് ഏറ്റവും കൂടുതൽ ഭീഷണിയാവുന്നത് UDF തന്നെയാണ് എന്നതുകൊണ്ടാണ് UDF ഇക്കാര്യത്തിൽ കൂടുതൽ അങ്കലാപ്പ് പ്രകടിപ്പിക്കുന്നതും പരസ്യമായിട്ടില്ലെങ്കിലും രഹസ്യമായിട്ട് അവർ അംഗീകരിക്കുന്ന ഒരു കാര്യവുമാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ അൻവർ ഒരു 15,000-ലധികം വോട്ട് സമാഹരിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ അൻവറിൻ്റെ ഒരു ശക്തി അനുസരിച്ച് അൻവറിൻ്റെ വലിയ വോട്ടർ ബാങ്ക് എന്നുള്ളത് UDF ഒപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. 2 തവണ അദ്ദേഹം നിലമ്പൂരിൽ ജയിച്ചപ്പോഴും ഇടതുപക്ഷ വോട്ടുകൾ ചോരാതിരിക്കുകയും വലതുപക്ഷത്തു നിന്നും അൻവർ വോട്ടുകൾ സമാഹരിക്കുകയും ചെയ്തുകൊണ്ടാണ് അൻവറിന് വിജയിക്കാൻ സാധിച്ചത് എന്നുള്ളൊരു വസ്തുതയാണ്. അതേ രീതിയിൽ തന്നെ ഇത്തവണയും കാര്യങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ UDF അത് അഭിമാന പോരാട്ടത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കും. LDF അത് ആശ്വാസകരമാവുന്ന വിജയമാവുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ അൻവറിനെ സംബന്ധിച്ച് പിണറായിക്കെതിരെയുള്ള പോരാട്ടം എന്ന് പ്രഖ്യാപനം നടത്തി MLA സ്ഥാനം വരെ രാജിവെച്ച് മത്സരത്തിന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുമെന്ന് അൻവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് കരുതേണ്ടത്. ഇപ്പോൾ നടത്തുന്ന ശ്രമങ്ങളൊക്കെ അദ്ദേഹം രാഷ്ട്രീയമായിട്ടുള്ള അടുത്ത ഘട്ടത്തിലേക്കുള്ള ഒരു അടുത്ത സ്റ്റെപ്പ് വയ്ക്കാനുള്ള നടപടികളുടെ ഭാഗമായിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ അൻവർ മത്സരിക്കും. അത് മണ്ഡലത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കുമെന്ന് അൻവർ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം വരേക്കും അതൊരു രാഷ്ട്രീയ സമ്മർദ്ദ തന്ത്രമായിട്ടും അൻവർ പയറ്റുമെന്നും വ്യക്തമാണ്. തീർച്ചയായും CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മത്സര ചിത്രത്തിലേക്ക് PV അൻവർ കൂടി എത്തുന്നു എന്നുള്ളതാണ്. ശക്തമായ ത്രികോണ പോരാട്ടത്തിലേക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കടക്കുന്നു. PV അൻവർ TMC സ്ഥാനാർത്ഥിയായി ചിഹ്നത്തിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും 10 മണിക്ക് അൻവർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. മറ്റ് വാർത്തകളിലേക്ക് കൂടി. ഗൃഹോപകരണ വിപണന രംഗത്ത് കേരളത്തിലെ ഏറ്റവും വലിയ ശൃംഖലയായ പിട്ടാപ്പിള്ളിൽ ഏജൻസീസിന്റെ അങ്കമാലി ഷോറൂം വിപുലീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. അങ്കമാലി നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൗൺസിലർമാരായ ലിലി ജോയ്, ലിസി പോളി ടീച്ചർ, ജാൻസി ജിജോ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ആൻഡ്രു മാത്യു, പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പിള്ളിൽ, ഡയറക്ടർമാരായ കിരൺ വർഗീസ്, മരിയ പോൾ, ഫ്രാൻസിസ് പിട്ടാപ്പിള്ളിൽ, അജോ പിട്ടാപ്പിള്ളിൽ, ജനറൽ മാനേജർ AJ തങ്കച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു. സെന്റ് ജോർജ് ബസലിക്ക സഹവികാരി ഫാദർ ജെൻസ് പാലച്ചുവട്ടിൽ ആശീർവാദ കർമ്മം നിർവഹിച്ചു. ഇനി നമ്മുടെ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഇന്ന് ആരാണ് സ്പെഷ്യൽ ഡേക്ക് നമുക്കൊപ്പം ആഘോഷിക്കാൻ എത്തിയിരിക്കുന്നത് എന്ന് നോക്കാം. തിരുവനന്തപുരം കഴക്കൂട്ടം സ്വദേശിയായ ആരതി വിജയുടെ പിറന്നാളാണ് ഇന്ന്. അപ്പോൾ ആരതിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് ന്യൂസ് 18 കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും. എ വെരി ഹാപ്പി ബർത്ത്ഡേ. രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ വാർത്തകളുമായി ടോം കുര്യാക്കോസ് ചേരും. പോലീസ് പെട്രോൾ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.